ഇപ്പോൾ പ്രിയ സഖാക്കളെ, നമ്മൾ വീണ്ടും ഒത്തുകൂടുകയാണ്. ഇടതുപക്ഷം ഹൃദയപക്ഷം ഗ്രൂപ്പിലേക്ക് കുറേ നാളുകളായി സഖാക്കൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ പലവിധ തിരക്കുകളും കാരണം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അത് ക്ലാസ് എടുക്കാൻ മടിയുണ്ടായിട്ടല്ല, സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ഉത്തരവാദിത്തങ്ങൾ ഇപ്പോൾ അല്പം കൂടുതലാണ്. പാർട്ടി ഏരിയ കമ്മിറ്റി നേരത്തെ ഏൽപ്പിച്ച ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ചുമതല, കർഷക തൊഴിലാളി യൂണിയൻ്റെ സംഘടനാ രംഗത്തുള്ള ചുമതല, ടെമ്പിൾ കോർഡിനേഷൻ്റെ ചില ചുമതലകൾ, യോഗ മാർഷൽ ആർട്സ് ജില്ലാ കമ്മിറ്റിയുടെ ചില ചുമതലകൾ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ചുമതലകൾ ഉണ്ടായിരിക്കെ തന്നെ ഇപ്പോൾ പുതിയ മറ്റൊരു ചുമതല കൂടി. നിങ്ങളിൽ കുറേ ആളെങ്കിലും കേട്ടിരിക്കും ചെറുതാഴം മിൽക്ക്. ഒരു ട്രഡീഷണൽ സംഘമാണ്. ആ ട്രഡീഷണൽ സംഘം ഇന്ന് കേരളത്തിലെ ഒരു നമ്പർ 1 സംഘമായി മാറിയിട്ടുണ്ട്. അത് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ചുമതല കൂടി വന്നു ചേരുകയാണ്. ഇപ്പോൾ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ല വരെ വിപണനമുള്ള ഒരു വലിയ സംഘമാണത്. അപ്പോൾ എല്ലാ ചുമതലകളും കൂടി വന്നപ്പോൾ വേണ്ട രീതിയിൽ പഠനം നടത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വിഷയം. ഒരു വിഷയമെടുത്ത് സംസാരിക്കുമ്പോൾ അതിനു വേണ്ടി നല്ല മുന്നൊരുക്കം വേണം. ആ മുന്നൊരുക്കം നടത്താൻ സമയം കിട്ടാത്തതാണ് പലപ്പോഴും ക്ലാസ് എടുക്കാൻ പറയുമ്പോൾ ഒഴിഞ്ഞു മാറേണ്ടി വരുന്നത്. ഇത് സഖാക്കൾ മനസ്സിലാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇപ്പോഴത്തെ ഈ വിഷയം പാർട്ടി സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ടത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഒഴിഞ്ഞു മാറാൻ സാധ്യമാകുന്നുമില്ല. കാരണം പാർട്ടി ക്ലാസ് ഒരു നല്ല ആവേശമുള്ള കാര്യമായതുകൊണ്ട് തന്നെ പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ പറയാനും ഉള്ള ഒരു ആവേശമുള്ളത് കൊണ്ട് തന്നെ ഇത് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ വരാനും നിങ്ങളോട് വീണ്ടും ഒരിക്കൽ കൂടി സംവദിക്കാനും സാധിച്ചതിലുള്ള സന്തോഷം അറിയിക്കുകയും ഈ ക്ലാസ് എടുക്കുന്നതിനു വേണ്ടി എന്നെ ക്ഷണിച്ച സംഘാടകരോട് നന്ദി പ്രകാശിപ്പിച്ചും കൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമ്മുടെ ഇന്നത്തെ വിഷയം പാർട്ടി സമ്മേളനങ്ങളുടെ ചരിത്രവും വർത്തമാനവും എന്നതാണ്. പാർട്ടി സമ്മേളനങ്ങളിലേക്ക് നമ്മൾ പോകണമെങ്കിൽ ആദ്യം തന്നെ പാർട്ടി ഉണ്ടാകണം. നമ്മളിപ്പോൾ 24ാം പാർട്ടി കോൺഗ്രസ്സിലേക്ക് പോവുകയാണ്. 2025 ഏപ്രിൽ 2 മുതൽ 8 വരെ തമിഴ്നാട്ടിലെ മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടക്കാൻ വേണ്ടി പോകുന്നു. കരട് രാഷ്ട്രീയ പ്രമേയം കേന്ദ്ര കമ്മിറ്റി കൽക്കത്തയിൽ ചേർന്ന് അംഗീകരിച്ചു കഴിഞ്ഞു. ആ കരട് പ്രമേയം പരസ്യമായി പ്രസിദ്ധീകരിക്കും. എല്ലാവർക്കും അത് കാണാനും വായിക്കാനും പറ്റും. പാർട്ടി മെമ്പർമാർക്കെല്ലാം അതിന്മേൽ അഭിപ്രായം രേഖപ്പെടുത്തി കേന്ദ്ര കമ്മിറ്റിക്ക് അയക്കാനും പറ്റും. അങ്ങനെ കിട്ടുന്ന എല്ലാ അഭിപ്രായങ്ങളും ക്രോഡീകരിച്ചുകൊണ്ടാണ് പാർട്ടി കോൺഗ്രസ്സിൽ ആ രേഖ അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും വിപുലമായ ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു പാർട്ടിയാണ് നമ്മുടെ പാർട്ടി. അതുകൊണ്ട് തന്നെ നയരൂപീകരണത്തിലടക്കം എല്ലാ പാർട്ടി അണികളെയും ഉൾച്ചേർത്തുകൊണ്ട് അവരുടെ എല്ലാം അഭിപ്രായങ്ങളെ മുഖവിലക്കെടുത്തുകൊണ്ട് നമ്മുടെ പാർട്ടി നയം രൂപീകരിക്കുകയാണ്. ആ രൂപീകരിച്ച നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന 3 വർഷക്കാലം, അതുപോലെ തന്നെ 1964
നാം അംഗീകരിച്ച ജനകീയ ജനാധിപത്യ വിപ്ലവ പരിപാടിയുടെ അടിസ്ഥാനത്തിൽ. അതേപോലെ 1848 പ്രസിദ്ധീകൃതമായ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയെ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ പാർട്ടി അംഗീകരിച്ച ഭരണഘടനക്കനുസൃതമായി പ്രവർത്തിച്ചു പോരുന്ന വിപുലമായ ഉൾപാർട്ടി ജനാധിപത്യവും ലെനിനിസ്റ്റ് സംഘടനാ തത്വമനുസരിച്ചിട്ടുള്ള കേന്ദ്രീകൃത ജനാധിപത്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വിപ്ലവ ബഹുജന പാർട്ടിയാണ് നമ്മുടെ പാർട്ടി എന്ന് സംക്ഷിപ്തമായി നമുക്ക് പറയാം. ആത്മാഭിമാനത്തോടെ അത് പറയാം. ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉണ്ടായ ചരിത്രമാകെ ഈ സന്ദർഭത്തിൽ പരിശോധിച്ച് പോകുന്നത് നമുക്ക് അത്രത്തോളം ഗുണമാവില്ല. കാരണം അത്രയും സമയം നമുക്ക് കിട്ടില്ല. ലോകത്ത് കമ്മ്യൂണിസം വന്നതല്ല നമ്മളിതിനു മുന്നേ പഠിച്ചിട്ടുണ്ട്. സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ചും വ്യവസ്ഥകൾ മാറി വന്നതിനെക്കുറിച്ചും മുതലാളിത്ത വ്യവസ്ഥയിൻ കീഴിൽ ഉണ്ടായിട്ടുള്ള പുരോഗതിയും അതുപോലുള്ള എല്ലാ കാര്യങ്ങളും വെച്ചുകൊണ്ട് മാർക്സും ഏംഗൽസും എത്തിച്ചേർന്ന നിഗമനങ്ങൾ നാം പരിശോധിച്ചതും പഠിച്ചതുമാണ്. മാർക്സിൻ്റെയും ഏംഗൽസിൻ്റെയും ആ കണ്ടുപിടുത്തങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മാർക്സിസം എന്ന ഒരു തത്വശാസ്ത്രം രൂപപ്പെടുന്നത്. ആ തത്വശാസ്ത്രം രൂപപ്പെട്ട ഉടനെ പാർട്ടി ഉണ്ടാവുകയല്ല. ആ തത്വശാസ്ത്രം രൂപപ്പെട്ടു വരുന്ന ഘട്ടത്തിൽ തന്നെ പുരോഗമന ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സംഘടന, നീതിമാന്മാരുടെ ലീഗ് എന്ന ഒരു സംഘടന രൂപപ്പെടുകയാണ്. ആ നീതിമാന്മാരുടെ ലീഗിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് പോരാ, ഇതിൽ നിന്നും വ്യത്യസ്തമായി കുറെ കൂടി പുരോഗമനപരമായ ഒരു രീതിയിലേക്ക് നാം മാറേണ്ടതുണ്ട് എന്ന ചിന്ത ആ നീതിമാന്മാരുടെ ലീഗിൽ ഉൾപ്പെട്ട ഉൽപ്പതിഷ്ണുക്കളായിട്ടുള്ള ചെറുപ്പക്കാരിലെല്ലാം അങ്കുരിക്കുന്നത്. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് ലീഗ് എന്ന ഒരു സംഘടനയിലേക്ക് അവർ എത്തിപ്പെടുന്നത്. ആ കമ്മ്യൂണിസ്റ്റ് ലീഗിൻ്റെ പ്രവർത്തകന്മാർ, പ്രധാന പ്രവർത്തകന്മാർ എന്ന നിലക്കാണ് മാർക്സിനെയും ഏംഗൽസിനെയും ഒരു മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നതിനു വേണ്ടി ചുമതലപ്പെടുത്തുന്നത്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്ക് കാണാവുന്ന വസ്തുതയാണത്. മാനിഫെസ്റ്റോയുടെ ഒന്നാമത്തെ ഖണ്ഡിക തന്നെ ആരംഭിക്കുന്നത് യൂറോപ്പിനെ ഒരു ഭൂതം പിടികൂടിയിരിക്കുന്നു, കമ്മ്യൂണിസം എന്ന ഭൂതം. ഈ ഭൂതത്തിൻ്റെ ബാധയൊഴിക്കാൻ വേണ്ടി പഴയ യൂറോപ്പിൻ്റെ ശക്തികളെല്ലാം മാർപ്പാപ്പയും സാർ ചക്രവർത്തിയും മെറ്റർനിഹും ഗിസോയും ഫ്രഞ്ച് റാഡിക്കൽ കക്ഷിക്കാരും ജർമ്മൻ പോലീസ് ചാരന്മാരുമെല്ലാം ഒരു പാവന സഖ്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഞാനത് വായിച്ചു പോകുന്നില്ല. രണ്ടാമതും മൂന്നാമതുമുള്ള ഖണ്ഡിക കഴിഞ്ഞാൽ നാലാമത്തെ ഖണ്ഡികയായിട്ടുള്ള അവിടെയാണ് മാനിഫെസ്റ്റോ രൂപപ്പെടുന്നത്. നോക്ക്, ഈ ഉദ്ദേശത്തോടു കൂടി നാനാദേശക്കാരായ കമ്മ്യൂണിസ്റ്റുകാർ ലണ്ടനിൽ സമ്മേളിക്കുകയും ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ജർമ്മൻ, ഇറ്റാലിയൻ, ഫ്ലേമിഷ്, ഡാനിഷ് എന്നീ ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്നതിനു വേണ്ടി താഴെ കൊടുത്ത മാനിഫെസ്റ്റോ തയ്യാറാക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മാനിഫെസ്റ്റോയിലേക്ക് കടക്കുന്നത് തന്നെ. അതിൻ്റെ ഒന്നാം അധ്യായം ബൂർഷ്വകളും തൊഴിലാളികളും എന്ന ഹെഡിങ്ങിൽ ആരംഭിക്കുന്നു. മാനിഫെസ്റ്റോ അവസാനിപ്പിക്കുന്നതോ നമുക്ക് 198ാമത്തെ പാരഗ്രാഫിൽ അവസാനമായി അവർ എല്ലാ രാജ്യങ്ങളിലുമുള്ള ജനാധിപത്യ പാർട്ടികൾ തമ്മിൽ യോജിപ്പും ധാരണയും ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് എല്ലായിടത്തും പരിശ്രമിക്കുക എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 199ാമത്തെ ഖണ്ഡികയിലേക്ക് കടക്കുന്നു. ഞാനതും പൂർണ്ണമായി വായിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ 200ാമതായി എഴുതി ചേർക്കുന്നു,
സർവരാജ്യ തൊഴിലാളികളെ ഏകോപിക്കുവിൻ. മനസ്സിലായില്ലേ? 199 പറയുന്നു. എന്താ പറഞ്ഞത്? തൊഴിലാളികൾക്ക് സ്വന്തം ചങ്ങലക്കെട്ടുകളല്ലാതെ മറ്റൊന്നും നഷ്ടപ്പെടുവാനില്ല. അവർക്ക് നേടുവാനോ ഒരു വലിയ ലോകമുണ്ട് താനും. ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ് മാനിഫെസ്റ്റോ. ആ മാനിഫെസ്റ്റോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതാനും ഭാഷകളിലാണ് ആരംഭിച്ചതെങ്കിലും വളരെ വൈകാതെ എത്രയോ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെടുകയും ലോകത്തെമ്പാടുമുള്ള എല്ലാ ഭാഷകളിലും ഏകദേശം 19-ാം നൂറ്റാണ്ടാകുമ്പോഴേക്ക് തികയുമ്പോഴേക്ക് തന്നെ 20-ാം നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുമ്പോഴേക്ക് തന്നെ ആ മാനിഫെസ്റ്റോയുടെ പ്രചണ്ഡമായ പ്രചാരം വന്നു കഴിഞ്ഞു. ലോകത്ത് ആകമാനമുള്ള തൊഴിലാളി വർഗം, അതേപോലെ തന്നെ അധ്വാനിക്കുന്ന വർഗങ്ങളാകെ ആ മാനിഫെസ്റ്റോ നെഞ്ചേറ്റി. വിവിധ രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വളർന്നു വരാൻ തുടങ്ങി, വിപ്ലവങ്ങൾ നടക്കാൻ തുടങ്ങി. തീർച്ചയായും നമ്മുടെ രാജ്യത്തും മാർസിൻ്റെ കാലത്ത് തന്നെ മാർക്സിസം പ്രചരിക്കാൻ തുടങ്ങി. മാർക്സ് ഇന്ത്യയെ നോക്കിക്കണ്ടിട്ടുണ്ട്. മാർക്സ് ഇന്ത്യയെ വിശേഷിപ്പിച്ചത് ഹിന്ദുസ്ഥാൻ എന്ന നിലക്ക് തന്നെയാണ്. അക്കാലത്ത് അങ്ങനെയാണ് പാശ്ചാത്യരെല്ലാം ഇന്ത്യയെ നോക്കിക്കാണുകയും വിളിപ്പേരായി വിളിക്കുകയും ചെയ്തു വന്നത്. ഹിന്ദുസ്ഥാനെക്കുറിച്ച് കൃത്യമായി വിലയിരുത്തുകയും ഇവിടെ നടക്കുന്ന സാമ്രാജ്യത്വ അധിനിവേശവും ആ അധിനിവേശത്തിന് കീഴിൽ ഉഴലുന്ന ജനതയും അവരുടെ മോചനവുമെല്ലാം സ്വപ്നം കൊണ്ടുകൊണ്ടുള്ള ലേഖനങ്ങളും മാർക്സ് എഴുതിയതായി ചരിത്രത്തിൽ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. മാർക്സിൻ്റെ ജീവചരിത്രമാകട്ടെ 1912 തന്നെ മലയാളികൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള കേസരി എന്ന പത്രത്തിൽ പ്രസിദ്ധീകരിച്ചതും നമ്മൾ അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. ആ നിലക്ക് മാർക്സിസത്തിൻ്റെ പ്രസക്തി, അതിൻ്റെ എല്ലാ രീതിയിലുമുള്ള അതിൻ്റെ ഉൾക്കാമ്പുകൾ മലയാളി മനസ്സിലും 1912 തൊട്ട് പതിയാൻ തുടങ്ങി. 1917 ആകുമ്പോഴേക്കും ലോകത്താകമാനമുള്ള കമ്മ്യൂണിസ്റ്റ് ആശയഗതിക്കാരെ ആവേശഭരിതരാക്കിക്കൊണ്ട് മഹത്തായ ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവം നടന്നു. ആ ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിൽ ആവേശഭരിതരായിട്ടുള്ള ഇന്ത്യൻ വിപ്ലവകാരികൾ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കുമായി ബന്ധം സ്ഥാപിച്ചു. ഇത് മാർക്സിസ്റ്റ് ആശയപ്രചരണത്തിന് വലിയ നിലക്കുള്ള വഴി തുറന്നു എന്ന് മാത്രമല്ല, 1918 സോവിയറ്റ് റഷ്യയെ ലക്ഷ്യമാക്കി ഒട്ടേറെ ഇന്ത്യക്കാർ ധാരാളം പ്രതിബന്ധങ്ങൾ തരണം ചെയ്ത് റഷ്യയിലേക്ക് പോയി. അങ്ങനെ പോയവർ പലരും റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയും ഒരു പുതിയ പാർട്ടിയെക്കുറിച്ചുള്ള ദിശാബോധത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. 1920 അവിടെ സോവിയറ്റ് റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിൻ്റെ മൂന്നാം ഇൻ്റർനാഷണലിൻ്റെ ഒരു സമ്മേളനം നടക്കുകയാണ്. മഹാനായ ലെനിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആ സമ്മേളനം കാണാനും അത് വീക്ഷിക്കാനുമായി നാനാ രാജ്യങ്ങളിൽ നിന്നും കമ്മ്യൂണിസ്റ്റുകാർ അവിടെ എത്തിപ്പെട്ടു. അക്കൂട്ടത്തിൽ മെക്സിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രതിനിധീകരിച്ച് അവിടെ എത്തിച്ചേർന്ന ഇന്ത്യൻ വംശജനായ എം.എൻ. റോയ്, അദ്ദേഹവും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ എവലിൻ റോയിയും ആ സമ്മേളനത്തിൽ പങ്കുകൊണ്ടു. സമ്മേളനം കഴിഞ്ഞ് പുറത്തിറങ്ങിയ അവർ ഇന്ത്യയിൽ നിന്ന് തീർത്ഥാടകരെ പോലെ അവിടെ എത്തിപ്പെട്ട ഇന്ത്യക്കാരായിട്ടുള്ള ഏതാനും പേരുമായി കൂടിക്കാഴ്ച നടത്തി.
എം.എൻ. റോയ് മുൻകൈയെടുത്തുകൊണ്ട് ലെനിനുമായി സംവദിക്കാൻ ആ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികൾക്ക് അവസരം കിട്ടി. അവർ ലെനിൻ്റെ ആശീർവാദത്തോടെ 1920 ഒക്ടോബർ 17 താഷ്കണ്ടിൽ ഒരു യോഗം ചേരുകയും ഔപചാരികമായി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു. മുഹമ്മദ് ഷഫീഖ് സെക്രട്ടറി ആയിട്ടുള്ള ആ കമ്മിറ്റിയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണ കമ്മിറ്റി എന്നറിയപ്പെടുന്നത്. 8 പേർ മാത്രമാണ് അതിലന്ന് ഉണ്ടായിരുന്നത്. അവർ ഇന്ത്യയിലേക്ക് തിരിച്ചു. ഇന്ത്യയിൽ അവരെ എതിരേറ്റത് ബ്രിട്ടീഷ് പട്ടാളമാണ്. ബ്രിട്ടീഷുകാർ കമ്മ്യൂണിസത്തിൻ്റെ ആപത്ത് തിരിച്ചറിഞ്ഞ ഒരു സാമ്രാജ്യത്വ ശക്തിയാണ്. അവരതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഒരു കാരണവശാലും കമ്മ്യൂണിസത്തിൻ്റെ വിത്ത് മുളച്ചുകൂടാ എന്ന നിർബന്ധ ബുദ്ധിയാൽ നിരവധിയായിട്ടുള്ള കരുതലുകൾ സ്വീകരിച്ചു. കമ്മ്യൂണിസ്റ്റുകാരും വെറുതെ ഇരുന്നില്ല. 1920 താഷ്കണ്ടിൽ രൂപീകൃതമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിലും അതിവേഗം ആശയപ്രചരണം ആരംഭിച്ചു. അങ്ങനെ ആശയപ്രചരണം ആരംഭിച്ച കൂട്ടത്തിൽ ബോംബെ അക്കാലത്തെ വലിയൊരു വ്യവസായ നഗരമാണ്. അവിടെ എസ്.എ. ഡാംഗയുടെ നേതൃത്വത്തിലാണ് ഒരു തൊഴിലാളി സംഘടനയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും രൂപീകൃതമായി പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ബനാറസാണ് മറ്റൊരു വലിയ നഗരം. അവിടെ ഗുലാം ഹുസൈൻ എന്ന ഒരു നേതാവിൻ്റെ ആഭിമുഖ്യത്തിൽ വലിയ നിലക്ക് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം ആരംഭിച്ചു. ലാഹോർ കേന്ദ്രീകരിച്ചിട്ടാണ് മുസാഫർ അഹമ്മദിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം പ്രവർത്തനം നടത്തിയത്. മദിരാശി കേന്ദ്രീകരിച്ച് ശിങ്കാരവേലു ചെട്ടിയാർ എന്ന വിപ്ലവകാരിയുടെ നേതൃത്വത്തിൽ മറ്റൊരു സംഘവും പ്രവർത്തനം ആരംഭിച്ചു. ഇങ്ങനെ വിവിധ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളുടെ പ്രവർത്തനം ഇന്ത്യയുടെ നാനാഭാഗങ്ങളിലും സജീവമായി. സംഘാടനത്തിൻ്റെ ഉറവിടം നേരത്തെ മുകളിൽ പറഞ്ഞ ഈ 4 കേന്ദ്രങ്ങളാണെങ്കിലും മറ്റ് നിരവധിയായ കേന്ദ്രങ്ങളിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം വ്യാപിച്ചതോടുകൂടി ബ്രിട്ടീഷുകാർ ഒരുതരം വിറളി പിടിക്കലായി. അടിച്ചമർത്തൽ നടപടി അവർ വ്യാപകമാക്കി. എവിടെ കമ്മ്യൂണിസ്റ്റുകാർ യോഗം ചേർന്നിട്ടുണ്ടോ ആ സ്ഥലനാമം ഉപയോഗിച്ചുകൊണ്ട് ഗൂഢാലോചന കേസുകൾ ചുമത്തി ആ യോഗങ്ങളിൽ പങ്കെടുത്തവരിൽ പലരെയും പിടിച്ച് ജയിലിലിട്ട് വലിയ കേസുകൾ ചുമത്തി. 22-24 കാലത്താണ് പെഷവാർ ഗൂഢാലോചന കേസ്. 1924 കാൺപൂർ ഗൂഢാലോചന കേസ്. അതുപോലെ തന്നെ 29 മീറത്ത് ഗൂഢാലോചന കേസ്. ഇങ്ങനെ ചരിത്രത്തിൽ ഇടം നേടിയ കേസുകളും ഇടം നേടാത്ത നിരവധിയായിട്ടുള്ള കേസുകൾ ഉണ്ട്. കാൺപൂരിൽ ചേർന്ന 1925 ചേർന്ന ഒരു കൺവെൻഷൻ വെച്ചിട്ടാണ് ഈ ഒരു അഖിലേന്ത്യാ കമ്മിറ്റിക്ക് രൂപം കൊടുക്കുന്നത്. ഹസ്രത്ത് മൊഹാനി, ശിങ്കാരവേലു ചെട്ടിയാർ ഇങ്ങനെ 2 പേരുടെ അധ്യക്ഷതയിലാണ് ആ സമ്മേളനം ചേർന്നത്. ആ സമ്മേളനത്തിൽ വെച്ചാണ് ബോംബെ ആസ്ഥാനമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്ന ഒരു പ്രമേയം പാസാക്കിയത്. ജെ.പി. ബാഗർഹട്ട, എസ്.വി. ഘാട്ടെ എന്നിവർ സെക്രട്ടറിമാരായി കേന്ദ്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും രൂപീകരിച്ചു. 1930 മാത്രമാണ് ഒരു കർമ്മ പരിപാടി എന്ന പേരിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സമ്പൂർണ്ണ പരിപാടി അവതരിപ്പിച്ചത്.
കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിൻ്റെ മുഖപത്രമായ ഇംപ്രേകോർ അത് പ്രസിദ്ധീകരിച്ചു. ശരിയായ കേന്ദ്രത്തോടും വ്യക്തമായ പരിപാടിയോടും കൂടി ഒരു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലവിൽ വന്നത് മീറത്ത് തടവുകാരുടെ മോചനത്തോടു കൂടിയാണ്. 1933 ഡിസംബറിൽ താൽക്കാലിക കേന്ദ്ര കമ്മിറ്റി കൽക്കത്തയിൽ രൂപീകരിച്ചു. ജി അധികാരി ജനറൽ സെക്രട്ടറി. 1943 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായെന്നും ഇന്റർനാഷണൽ അഫിലിയേറ്റ് ചെയ്തെന്നും ഇംപ്രേകോറിലൂടെ പ്രഖ്യാപിച്ചു. അപ്പോൾ 43 വരെ ഒരു ഔപചാരിക പാർട്ടി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതേ അവസരം അങ്ങിങ്ങ് യോഗം ചേർന്നിട്ടുണ്ട്, ചില പ്രമേയങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. ആ പ്രമേയങ്ങളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര കമ്മിറ്റി ഉണ്ടായിട്ടുണ്ട്, കേന്ദ്ര കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. എന്നാൽ ലക്ഷണമൊത്ത ഒരു പാർട്ടി എന്നുള്ള നിലക്ക് വരുന്നത് ഒന്നാം പാർട്ടി കോൺഗ്രസോടുകൂടെ മാത്രമാണ്. പാർട്ടിയുടെ ഒന്നാം പാർട്ടി കോൺഗ്രസ് ചേരുന്നത് 1943 മെയ് 28 മുതൽ ജൂൺ 1 വരെ ബോംബെയിൽ വെച്ചാണ്. അന്നത്തെ അംഗസംഖ്യ, പാർട്ടിയുടെ അംഗസംഖ്യ എന്ന് പറയുന്നത് അപ്പോഴേക്കും 15,563 പാർട്ടി മെമ്പർമാർ നമ്മുടെ പാർട്ടിക്ക് ഉണ്ടായിരുന്നു. അവരെ പ്രതിനിധീകരിച്ചിട്ടാണ് ഒന്നാം പാർട്ടി കോൺഗ്രസ് ബോംബെയിൽ ചേർന്നത്. ബോംബെയിൽ ചേർന്ന ആ പാർട്ടി കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായി സഖാവ് PC ജോഷിയെ തിരഞ്ഞെടുത്തു. PC ജോഷി നമുക്കേറെ പരിചിതമുള്ള ഒരു പേരാണ്. കയ്യൂർ സഖാക്കളെ ജയിലിൽ കാണാൻ വന്ന നേതാവാണ് ജോഷി. PC ജോഷി സെക്രട്ടറി ആയിട്ടുള്ള ആ പാർട്ടി കേന്ദ്ര കമ്മിറ്റി 48 വരെ പ്രവർത്തിച്ചു. 48 വരെ അത് പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായക പങ്കുവഹിച്ച കാലത്തെല്ലാം പാർട്ടി കേന്ദ്ര കമ്മിറ്റി സജീവമായി പ്രവർത്തിച്ചിരുന്നു. PC ജോഷി എന്ന ജനറൽ സെക്രട്ടറി ആ പാർട്ടിയെ നയിച്ചിരുന്നു എന്ന് സാരം. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ചരിത്രമോ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിച്ചേർന്ന കാര്യമോ ഈ അവസരം നാം ആ നിലക്ക് പരിശോധിച്ച് പോകാൻ സമയമില്ല. അതുകൊണ്ട് അതിലേക്ക് കടന്നു പോകുന്നില്ല. നമുക്ക് പാർട്ടി കോൺഗ്രസ്സുകളുടെ ചരിത്രത്തിലേക്ക് മാത്രമായി വരാം. ഏതായാലും ഒരു കാര്യം നമ്മൾ ഓർത്തു വെക്കണം ഈ ഘട്ടത്തിൽ, ബ്രിട്ടീഷുകാരായാലും തുടർന്ന് അധികാരത്തിൽ വന്ന കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വേട്ടയാടുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്തിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഒരുപക്ഷെ 47 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭ്യമാകാൻ കാരണമായിട്ടുള്ളത് തന്നെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് കർഷക തൊഴിലാളി വിപ്ലവ പോരാട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷുകാരുടെ ഒരു തരം ഭയത്തിൽ നിന്നുടലെടുത്തതാണ്. ഇന്ത്യ എങ്ങാനും കമ്മ്യൂണിസ്റ്റുകാരുടെ കൈകളിലേക്ക് ഭരണാധികാരം എത്തിപ്പെടുമോ എന്ന ഒരു ചിന്തയിൽ നിന്ന് വേവലാതി പൂണ്ട ബ്രിട്ടീഷുകാർ രാജ്യത്തെ വിഭജിക്കാനും വിഭജിച്ച രാജ്യം 2 നേതാക്കന്മാരുടെ കൈകളിൽ ഏൽപ്പിക്കാനും മുതിരുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ജിന്നക്ക് പാകിസ്ഥാനും കോൺഗ്രസിന് ഇന്ത്യയും കൊടുക്കുന്ന നില ഉണ്ടായത്. അതിൻ്റെ മറ്റു വശങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ കടന്നു പോകുന്നില്ല. ഏതായാലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോഴും ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അഹോരാത്രം പാടുപെട്ട കമ്മ്യൂണിസ്റ്റുകാർ ജയിലിലും ഒളിവിലും ആയിരുന്നു. അവരെ മോചിപ്പിക്കാൻ അപ്പോഴും കോൺഗ്രസ് തയ്യാറായില്ല. കാലാന്തരത്തിലാണ് അവരെ മോചിപ്പിക്കപ്പെട്ടത്. ഈ ഘട്ടത്തിലാണ് രണ്ടാം പാർട്ടി കോൺഗ്രസ് 1948 ഫെബ്രുവരി 28 മുതൽ മാർച്ച് 7 വരെ കൽക്കത്തയിൽ ചേരുന്നത്. ഇടതുപക്ഷ അതിസാഹസികതയുടെ പാതയിലേക്കാണ് ആ പാർട്ടി കോൺഗ്രസ് പാർട്ടിയെ നയിച്ചത്. BTR ആണ്, BT രണദിവയാണ്
ജനറൽ സെക്രട്ടറിയായി വന്നത്. രണ്ടാം പാർട്ടി കോൺഗ്രസിൻ്റെ നയം, അത് പ്രസിദ്ധമായ കൽക്കത്ത തീസിസ് എന്ന പേരിൽ അറിയപ്പെട്ടു. ആ നയം നടപ്പിലാക്കിയതിൻ്റെ ഫലമായി നാം ഇന്ത്യ രാജ്യത്ത് ഒറ്റപ്പെടുന്ന നിലയാണ് ഉണ്ടായത്. പലയിടങ്ങളിലും സംഘടന തകർന്നു. 950 ജൂണിൽ CC പുനഃസംഘടിപ്പിച്ചു. C രാജേശ്വര റാവു ജനറൽ സെക്രട്ടറിയായി. പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ ഒരു പ്രതിനിധി സംഘത്തെ സോവിയറ്റ് യൂണിയനിലേക്ക് അയച്ചു. സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി ചർച്ച നടത്തി. ചരിത്രത്തിൻ്റെ ഭാഗമായി തീർന്ന 1951 നയപ്രഖ്യാപന രേഖയ്ക്ക് രൂപം നൽകി. ഇന്ത്യയിൽ നിന്നും സോവിയറ്റ് യൂണിയനിലെത്തിയ നേതാക്കന്മാർ സ്റ്റാലിനോട് ചോദിച്ചത് ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മാർഗം എന്തായിരിക്കണം എന്നതാണ്. എങ്ങനെയാണ് ഇന്ത്യൻ വിപ്ലവം സംഘടിപ്പിക്കേണ്ടത്? ഈ ഒരു സംശയത്തിന് പരിഹാരം തേടിയാണ് നേതാക്കൾ അവിടെ എത്തിയത്. സ്റ്റാലിൻ പറഞ്ഞ മറുപടിയാകട്ടെ, മറ്റൊരു രാജ്യത്തിൻ്റെ രീതി പകർത്തുകയല്ല ഇന്ത്യയിൽ ചെയ്യേണ്ടത്. ഇന്ത്യയുടെ വസ്തുനിഷ്ഠ ഭൗതിക സാഹചര്യങ്ങളെല്ലാം മൂർത്തമായി വിലയിരുത്തിക്കൊണ്ട് ഇന്ത്യൻ മണ്ണിന് അനുയോജ്യമായ ഒരു വിപ്ലവ പരിപാടി തയ്യാറാക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് ആരെങ്കിലും ഉപദേശിച്ച് ചെയ്യേണ്ട ഒന്നല്ല, നിങ്ങളുടെ സ്വന്തം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾ ചർച്ച ചെയ്ത് എത്തിച്ചേരേണ്ടുന്ന നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയാണ് 51 നയപ്രഖ്യാപന രേഖയുണ്ടാകുന്നത്. ഇന്ത്യൻ മണ്ണിൽ ഇന്ത്യയുടെ മൂർത്തമായ സാഹചര്യങ്ങളെ വിലയിരുത്തി ആ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നയ രൂപീകരണ രേഖ തയ്യാറാക്കുകയാണ് ചെയ്തത്. അപ്പോഴേക്കും 52 പൊതു തെരഞ്ഞെടുപ്പ് വന്നു. 52 പൊതു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തക്ക പാകത്തിൽ ഈ നയപ്രഖ്യാപന രേഖ ഉതകി എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ 52 പൊതു തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തതോടുകൂടി ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷം, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്ന് വന്നു. പ്രതിപക്ഷ നേതാവായി സഖാവ് AK തിരഞ്ഞെടുക്കപ്പെട്ടു. അതോടുകൂടി പാർലമെൻ്ററി പ്രവർത്തനവും പാർലമെൻറ്റേതര പ്രവർത്തനവും എന്ന നിലയിലേക്ക് പാർട്ടിയുടെ സംഘടനാ രീതി മാറി. പാർലമെൻ്ററി പ്രവർത്തനം തൊഴിലാളി വർഗത്തിന് വേണ്ടി, മറ്റ് അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പാർട്ടി പ്രതിനിധാനം ചെയ്യുന്ന വർഗത്തിനു വേണ്ടി എങ്ങനെ ബൂർഷ്വാ പാർലമെൻറ്റിനെ ഉപയോഗപ്പെടുത്താം എന്ന നയമനുസരിച്ച് ഉപയോഗപ്പെടുത്താൻ തുടങ്ങി. പാർലമെൻറ്റേതര പ്രവർത്തനമോ വർഗസംഘടനകളും ബഹുജന സംഘടനകളും കെട്ടിപ്പടുത്തുകൊണ്ട് രാജ്യത്തിലെ ഭരണാധികാരികളുടെ തെറ്റായ നയവൈകല്യത്തിനെതിരായിട്ട് മഹാഭൂരിപക്ഷം ജനതയ്ക്കെതിരായി വരുന്ന ഓരോ നിയമനിർമ്മാണത്തിനും എതിരായിട്ട് ജനങ്ങളെ ആകെ സംഘടിപ്പിച്ചുകൊണ്ട്, വർഗങ്ങളെ വർഗാടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ചുകൊണ്ട് വർഗസമരം നയിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോയി. ഇതെല്ലാം ഒരു നയപ്രഖ്യാപന രേഖയുടെ അടിസ്ഥാനത്തിലാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. മൂന്നാം പാർട്ടി കോൺഗ്രസ് മധുരയിലാണ് ചേർന്നത്. 1953 ഡിസംബർ 27 മുതൽ 54 ജനുവരി 4 വരെ നീണ്ടുനിന്ന ഒരു പാർട്ടി കോൺഗ്രസ് ആയിരുന്നു മധുരയിലേത്. അതായത് 27 തുടങ്ങി ജനുവരി 4 അവസാനിച്ചു. 9 ദിവസം നീണ്ടുനിന്നു ആ പാർട്ടി കോൺഗ്രസ്. വിശാലമായ അർത്ഥത്തിൽ ചർച്ച നടന്നു ആ പാർട്ടി കോൺഗ്രസിൽ. പാർലമെൻ്ററി ജനാധിപത്യത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്നത് സംബന്ധിച്ചും, പാർലമെൻറ്റേതര പ്രവർത്തനം ഏത് വിധത്തിലായിരിക്കണമെന്നതിനെ സംബന്ധിച്ചും, ഒരു ശരിയായ പരിപാടി തയ്യാറാക്കുന്നതിനെ സംബന്ധിച്ചുമെല്ലാം കൂലങ്കുഷമായ ചർച്ച നടന്നുവെങ്കിലും ഒരു പരിപാടിയിലേക്ക് എത്തിച്ചേരാൻ പാർട്ടിക്ക് അന്നും സാധിച്ചില്ല. കൂലങ്കുഷമായ ചർച്ച നടന്നു, പക്ഷേ പരിപാടിയിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചില്ല. 51 നയപ്രഖ്യാപന രേഖയുടെ അടിസ്ഥാനത്തിൽ തന്നെ പോകാം എന്ന നിഗമനത്തിലെത്താനേ സാധ്യമായുള്ളൂ. ജനറൽ സെക്രട്ടറിയായി സഖാവ് അജയ് ഘോഷിനെ
തിരഞ്ഞെടുക്കുകയും ചെയ്തു. 53 കഴിഞ്ഞു. 4-ാം പാർട്ടി കോൺഗ്രസ് 56 ഏപ്രിൽ 19 മുതൽ 29 വരെയാണ് ചേർന്നത്. 56 ഏപ്രിൽ മാസം ആകുമ്പോഴേക്കും രാജ്യത്തിലും വിവിധ സംസ്ഥാനങ്ങളിലും വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയിരുന്നു. അതിലേറ്റവും പ്രധാനം ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളാണ്. അത്തരം പ്രക്ഷോഭങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സജീവമായി പങ്കെടുക്കണമെന്നും നിർണായക തീരുമാനമെടുക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കണമെന്നും ഈ സമ്മേളനങ്ങളിലും പാർട്ടി കണ്ടു. അതിനെ തുടർന്ന് പ്രാദേശിക പ്രശ്നങ്ങൾ എന്നുള്ള നിലക്ക് ഭാഷാടിസ്ഥാനത്തിലുള്ള സ്റ്റേറ്റ് രൂപീകരണങ്ങൾക്ക് വേണ്ടി നല്ല പോരാട്ടം നടത്തുന്നതിന് വേണ്ടി പാർട്ടി തയ്യാറായി. തീർച്ചയായും അത് വലിയ ചലനം സൃഷ്ടിക്കുന്നിടത്തേക്ക് ഓരോ സംസ്ഥാനങ്ങളിലെയും സാഹചര്യം അനുസരിച്ച് പാർട്ടിക്ക് മുന്നേറാനും സാധിച്ചു. മുദ്രാവാക്യത്തിൻ്റെ സാക്ഷാത്കാരവും ഉണ്ടായി. നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ 56 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടു. കേരള സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ സ്വാഭാവികമായും നേരത്തെ ഏതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കേരളത്തിലെ വിവിധ ജില്ലകൾ ഉൾപ്പെട്ടിരുന്നോ അതെല്ലാം മാറി ഒരു ഏകീകരിച്ച സംസ്ഥാനം എന്നുള്ള നിലയിൽ വന്നു. ഞാൻ വിശദീകരിക്കേണ്ടതില്ല, 3 ഖണ്ഡങ്ങളായിരുന്നു എന്നെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. തിരുവിതാംകൂർ, തിരുക്കൊച്ചി, മലബാർ, ഇത് 3ഉം സംയോജിച്ച് കേരള നാടുണ്ടായി. 956 നവംബർ 1 കേരളം രൂപീകരിക്കപ്പെട്ടു. അതേപോലെ ആന്ധ്രയുണ്ടായി, തമിഴ്നാടുണ്ടായി, ഇങ്ങനെ തുടങ്ങി കർണാടകമുണ്ടായി. തീർച്ചയായിട്ടും ആ നിലക്ക് സംസ്ഥാനങ്ങൾ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടു എന്ന് നമ്മൾ കാണുകയാണ്. 5-ാം പാർട്ടി കോൺഗ്രസ് 1958 ഏപ്രിൽ മാസമാണ് നടക്കുന്നത്. 6 മുതൽ 13 വരെ. അത് അമൃതസറിലാണ് നടന്നത്. ജനറൽ സെക്രട്ടറിയായി അജയ് ഘോഷിനെ തന്നെ തിരഞ്ഞെടുത്തു. 6 മുതൽ 13 വരെ എന്ന് പറയുമ്പോഴും നല്ല ദീർഘിച്ച ഒരു സമ്മേളനമാണ്. കൊടുമ്പിരി കൊണ്ട ചർച്ചയാണ് 5-ാം പാർട്ടി കോൺഗ്രസിൽ നടന്നത്. അപ്പോഴേക്കും ഒരു വലിയ സംഭവം, ഒരു പുതിയ രീതിയിലുള്ള ചർച്ചയിലേക്ക് പാർട്ടിക്ക് പോകേണ്ടി വന്നു. കാരണം ചരിത്രത്തിലാദ്യമായി ഒരു ബാലറ്റ് പേപ്പറിലൂടെ ഒരു സർക്കാർ രൂപീകൃതമായിരിക്കുന്നു പാർട്ടിയുടെ നേതൃത്വത്തിൽ. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രത്തിൽ തന്നെ അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ടാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഉണ്ടാവുന്നത്. അതാണ് ഇനി ശരിയായ മാർഗം. അതുകൊണ്ട് ബാക്കിയെല്ലാം അങ്ങ് ഉപേക്ഷിക്കാം. തെരഞ്ഞെടുപ്പിൽ കേരള മാതൃകയിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഇതായിരുന്നു പ്രചണ്ഡമായ ഒരു വിഭാഗത്തിൻ്റെ പ്രചാരം. അതിന് ശക്തിയുക്തം എതിർത്തുകൊണ്ട് അതല്ല മാർഗമെന്നും മാർഗം തെലുങ്കാനയാണെന്നും തെലുങ്കാന സമരമാണ് യഥാർത്ഥ വിപ്ലവമെന്നും ആ സമരമാർഗമാണ് നാം പിന്തുടരേണ്ടതെന്നും എന്ന മറുവാദം വന്നു. ഇത് രണ്ടും ശരിയാണെന്നും അത് രണ്ടിനെയും ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അതിലുപരി ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ജനാധിപത്യ വിപ്ലവത്തിലേക്കാണ് നാം പോകേണ്ടതെന്നും ഉള്ള ശരിയായ മറ്റൊരു വാദവും ഉയർന്നു. 3 വാദങ്ങൾ ശക്തമായി ഉയർന്ന ഒരു പാർട്ടി കോൺഗ്രസ് ആയിരുന്നു 5-ാം പാർട്ടി കോൺഗ്രസ്. ജനറൽ സെക്രട്ടറിയായി
അജയ് ഘോഷ് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോഴും ഒരു പരിപാടിയിലേക്ക് എത്തിച്ചേരാൻ പാർട്ടി കോൺഗ്രസിന് സാധ്യമായില്ല. പിന്നീടാണ് 6ാം പാർട്ടി കോൺഗ്രസ് വരുന്നത്. അത് 1961 ഏപ്രിൽ മാസം 7 മുതൽ 10 വരെ വിജയവാഡയിലാണ് നടന്നത്. വിജയവാഡ പാർട്ടി കോൺഗ്രസും വലിയ ചർച്ചകൾക്കും കോലാഹലങ്ങൾക്കും ഇടയായി. അപ്പോഴേക്കും 1ാം കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് പിരിച്ചുവിടപ്പെട്ടിരുന്നു. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ധ്വംസനം നടന്നപ്പോഴും ആ പാർട്ടി കോൺഗ്രസിൽ ഒരു വിഭാഗം സഖാക്കൾ വാദിച്ചത് കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെ ജനാധിപത്യ വിരുദ്ധതയെ സംബന്ധിച്ചല്ല, അവർ പുരോഗമന ബൂർഷ്വാസിയാണ്, അവരുമായി സഖ്യത്തിലേർപ്പെടുകയാണ് വേണ്ടത്, അതുവഴി ഇന്ത്യ രാജ്യത്ത് മാറ്റം വരുത്താൻ സാധിക്കും എന്ന വലിയ വാദമാണ് ആ പാർട്ടി കോൺഗ്രസിൽ നാം പിന്നീട് റിവിഷനിസ്റ്റുകൾ എന്ന് വിശേഷിപ്പിച്ച വലതുപക്ഷ വ്യതിയാനം സംഭവിച്ചിട്ടുള്ള നേതാക്കന്മാരെല്ലാം വാദിച്ചത്. ശക്തിയുക്തം അതിൻ്റെ പ്രതിവാദങ്ങളും ഉണ്ടായി. 6ാം പാർട്ടി കോൺഗ്രസിലും 3 വാദങ്ങൾ ശക്തമായി നിന്നു. ആ 3 വാദങ്ങളും ശരിയാണ് എന്നും ഏതും തള്ളിക്കളയേണ്ടതല്ല എന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ നടുക്ക് നിന്ന് നയിക്കാൻ തക്കവണ്ണം അജയ് ഘോഷ് മുതിർന്നതിനെ തുടർന്ന് അജയ് ഘോഷിനെ വീണ്ടും സെക്രട്ടറിയായി തിരഞ്ഞെടുത്തുകൊണ്ടാണ് 6ാം പാർട്ടി കോൺഗ്രസ് അവസാനിച്ചത്. 6ാം പാർട്ടി കോൺഗ്രസ് അവസാനിച്ചു. അധികം താമസിച്ചില്ല, അജയ് ഘോഷ് മരണപ്പെട്ടു. അജയ് ഘോഷ് മരണപ്പെട്ടതോടുകൂടി പാർട്ടിയിൽ വലിയ പ്രതിസന്ധി ഉണ്ടായി. റിവിഷനിസ്റ്റുകളുടെ കടുത്ത വിഭാഗീയതയുടെ ഭാഗമായി പാർട്ടിയിൽ ചെയർമാൻ സ്ഥാനം സൃഷ്ടിക്കപ്പെട്ടു. എസ് എ ഡാംഗെയെ ചെയർമാനായി അവരോധിച്ചു. ജനറൽ സെക്രട്ടറിയായി EMS തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഇങ്ങനെ ജനറൽ സെക്രട്ടറിയും ചെയർമാനും ഉള്ള ഒരു പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ തന്നെ പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കന്മാരെ ഒറ്റുകൊടുക്കുന്ന സമീപനം റിവിഷനിസ്റ്റ് നേതാക്കന്മാർ സ്വീകരിക്കാൻ തുടങ്ങി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുറേ നേതാക്കന്മാർ ചൈനാചാരന്മാരാണ് എന്ന് മുദ്ര കുത്തി ഒറ്റുകൊടുക്കാനാണ് അവർ മുതിർന്നത്. പാർട്ടിയിൽ അതോടുകൂടി സംഘർഷം അതിരൂക്ഷമായി. 1964 ഏപ്രിൽ മാസം 14 ചേർന്ന കേന്ദ്ര കമ്മിറ്റി, ആ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ നിന്ന് 32 സഖാക്കൾ ഇറങ്ങി വരുന്ന നിലയുണ്ടായി. EMS ജനറൽ സെക്രട്ടറി ആയതുകൊണ്ട് EMS ആ യോഗത്തിൽ നിന്ന് ഇറങ്ങി വന്നില്ല. 32 സഖാക്കൾ ഇറങ്ങി വരികയും ചെയ്തു. ഇറങ്ങി വന്ന കൂട്ടത്തിൽ ഭൂപേഷ് ഗുപ്ത, പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന പശ്ചിമ ബംഗാളിലെ ഭൂപേഷ് ഗുപ്ത തിരിച്ച് അങ്ങോട്ട് തന്നെ പോയി. അന്ന് ഇറങ്ങി വരാൻ സാധിക്കാതിരുന്ന EMS പിന്നീട് വരികയും ചെയ്തു. ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഇറങ്ങി വന്നു. വീണ്ടും 32 തന്നെ. ആ 32 പേർ ആന്ധ്രാപ്രദേശിലെ തെനാലിയിൽ കൺവെൻഷൻ ചേർന്നു. 32 പേര് മാത്രമല്ല, അതിനു പുറമെ ആശയപരമായി ഒന്നിച്ചു നിൽക്കുന്ന സഖാക്കളെയെല്ലാം അവർ ബന്ധപ്പെട്ടു. അവരുടെ എല്ലാം അഭിപ്രായ ഗതിയുടെ അടിസ്ഥാനത്തിൽ 7ാം പാർട്ടി കോൺഗ്രസ് വിളിച്ചു ചേർക്കുന്നതിനു വേണ്ടി ആ തെനാല കൺവെൻഷൻ തീരുമാനിച്ചു. 7ാം പാർട്ടി കോൺഗ്രസ് കൽക്കത്തയിൽ ചേരുന്നതിനു വേണ്ടിയാണ് തീരുമാനിച്ചത്. 64 ഒക്ടോബർ 31 മുതൽ നവംബർ 7 വരെ കൽക്കത്തയിൽ പാർട്ടി കോൺഗ്രസ് ചേർന്നു. ആ പാർട്ടി കോൺഗ്രസിൽ വെച്ച്
പാർട്ടിക്ക് കൃത്യമായിട്ടുള്ള ഒരു പരിപാടി ഉണ്ടായി. തെനാല കൺവെൻഷൻ ചുമതലപ്പെടുത്തിയത് പ്രകാരം ബസവപുന്നയുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി പാർട്ടി പരിപാടിയുടെ കരട് പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ചു. ആ കരടാണ് ചർച്ചയ്ക്ക് ശേഷം ഭേദഗതികളോടുകൂടി പരിപാടിയായി അംഗീകരിക്കപ്പെട്ടത്. 8 അധ്യായങ്ങളിൽ 120 ഖണ്ഡികകളാൽ എഴുതപ്പെട്ട ആ പാർട്ടി പരിപാടി ഇന്ത്യ രാജ്യത്തിൻ്റെ നാളതുവരെയുള്ള ചരിത്രവും വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങളുമെല്ലാം വിശദമായി പരിശോധിച്ചുകൊണ്ട് ഇന്ത്യൻ ബൂർഷ്വാസിയെ ശരിയായി വിലയിരുത്തിക്കൊണ്ട് ജനകീയ ജനാധിപത്യ വിപ്ലവമാണ് ഇന്ത്യയിൽ 2ാം ഘട്ടം എന്ന നിലക്ക് നടക്കേണ്ടത് എന്ന് വിലയിരുത്തി. ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ 1ാം ഘട്ടം കഴിഞ്ഞിരിക്കുന്നു. പരിപാടി വിലയിരുത്തി. 1ാം ഘട്ടം എന്നുള്ളത് സാമ്രാജ്യത്വ നുകമായിരുന്നു. ആ സാമ്രാജ്യത്വ നുകം വലിച്ചെറിഞ്ഞു ഇന്ത്യ. അതോടുകൂടി വിപ്ലവത്തിൻ്റെ 1ാം ഘട്ടം പൂർത്തിയായി. അടുത്ത ഘട്ടം 2ാമതാണ്. 2ാം ഘട്ടം ജനാധിപത്യ വിപ്ലവമാണ്. ജനാധിപത്യ വിപ്ലവം നടത്തേണ്ടത് ബൂർഷ്വാസിയാണ്. ഇന്ത്യൻ ബൂർഷ്വാസി അതിന് തയ്യാറല്ല. കാരണം ലോകത്താകെയുള്ള ബൂർഷ്വാ ഭരണകൂടങ്ങളുടെ അക്കാലത്തെ സവിശേഷമായ സാഹചര്യമെല്ലാം പരിശോധിച്ചുകൊണ്ട് മുതലാളിത്ത പൂർവ്വ വ്യവസ്ഥയെ ഇല്ലാതാക്കാൻ ഇന്ത്യൻ ബൂർഷ്വാസി തയ്യാറല്ല. അതുകൊണ്ട് ഇന്ത്യയിൽ ജനാധിപത്യ വിപ്ലവം നടത്താൻ അവർ തയ്യാറായില്ല. ഇന്ത്യയിൽ ജന്മിത്വവുമായി കൈകോർക്കാനാണ് അവർ മുതിർന്നത്. അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണകൂടത്തെ നാം ജന്മി ബൂർഷ്വാ ഭരണകൂടം എന്ന് വിശേഷിപ്പിച്ചത്. ആ ജന്മി ബൂർഷ്വാ ഭരണകൂടത്തെ നിഷ്കാസനം ചെയ്യാൻ തൊഴിലാളി വർഗത്തിനാണ് സാധിക്കേണ്ടത്. അങ്ങനെ തൊഴിലാളി വർഗത്തിന് ഒറ്റയടിക്ക് സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് ബൂർഷ്വാസി നടത്തേണ്ടുന്ന ജനാധിപത്യ വിപ്ലവം അല്പം പേരുമാറ്റി ഒരു ജനകീയ ജനാധിപത്യ വിപ്ലവം എന്ന നിലക്കത് നടത്തണമെന്നും അങ്ങനെ ജനാധിപത്യത്തിൻ്റെ സ്ഥാപനത്തിന് ശേഷമേ ഇന്ത്യ രാജ്യത്ത് സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലേക്ക് പോകാൻ സാധ്യമാവുകയുള്ളൂ എന്നും നാം വിലയിരുത്തി. അങ്ങനെയാണ് നാം യഥാർത്ഥത്തിൽ ഒരു പാർട്ടി പരിപാടി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കാൻ തീരുമാനിച്ചത്. സ്വാഗത പ്രസംഗത്തിൽ സഖാവ് പറഞ്ഞു, പിളർപ്പ് തീർത്തും തെറ്റായിപ്പോയി എന്ന് അദ്ദേഹം വിലയിരുത്തി. ആ വിലയിരുത്തൽ പൂർണ്ണമായും ശരിയല്ല. പാർട്ടി പിളരുന്നത് സന്തോഷമുള്ള കാര്യമല്ല. എന്നാൽ പിളർന്നില്ലായിരുന്നുവെങ്കിൽ 6ാം പാർട്ടി കോൺഗ്രസ് വരെ സംഭവിച്ചത് തന്നെ 7ാം പാർട്ടി കോൺഗ്രസിലും സംഭവിക്കും. 1920 രൂപീകൃതമായ പാർട്ടിക്ക് 1961 വരെ ഒരു പരിപാടി അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ല. ഏകീകരിച്ചൊരു പരിപാടി അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ല. ഒരു വിപ്ലവ പാർട്ടിക്ക് അവശ്യം വേണ്ടതെന്താ? വിപ്ലവ തന്ത്രം വേണം. ആ വിപ്ലവ തന്ത്രം എന്ന് പറയുന്നതാണ് പാർട്ടി പരിപാടി. പാർട്ടി പരിപാടി ഇല്ലെങ്കിൽ പിന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല. അപ്പോൾ 6ാം പാർട്ടി കോൺഗ്രസ് വരെ 61 വരെ പ്രവർത്തിച്ചില്ലേ സഖാവേ എന്നൊരു ചോദ്യമുണ്ട്. പ്രവർത്തിച്ചു. ഏതിൻ്റെ അടിസ്ഥാനത്തിൽ? ഓരോ പാർട്ടി കോൺഗ്രസും പാസ്സാക്കുന്ന പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ, നയരേഖയുടെ അടിസ്ഥാനത്തിൽ. ഒരു യഥാർത്ഥ പരിപാടിയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഒരു വിപ്ലവ പാർട്ടിക്ക് ഏറ്റവും പ്രധാനമായി വേണ്ടുന്ന ഒരു കാര്യമാണ് എന്ത്? പരിപാടി, തന്ത്രം. തന്ത്രമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായ ദിശാബോധത്തോടെ പ്രവർത്തിക്കാൻ സാധ്യമാവുകയുള്ളൂ. അത് 64 മാത്രമേ നമുക്കുണ്ടായുള്ളൂ. അതുകൊണ്ടാണ്
ആ പാർട്ടി കോൺഗ്രസിൻ്റെ സമാപന പ്രസംഗത്തിൽ സഖൗ ബസവ പുന്നയ്യ പ്രഖ്യാപിച്ചത് നമ്മളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, CPIM ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, നമ്മളാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഈ പ്രഖ്യാപനം ബസവ പുന്നയ്യ പൊതുസമ്മേളന നഗരിയിൽ പ്രഖ്യാപിച്ചു. ആ പാർട്ടി കോൺഗ്രസ് സഖാവ് സുന്ദരയ്യയെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. ഒരു 9 അംഗ പോളിറ്റ് ബ്യൂറോയെയും തിരഞ്ഞെടുത്തു. അന്നത്തെ 9 അംഗ പോളിറ്റ് ബ്യൂറോയെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് നവരത്നങ്ങൾ എന്നാണ്. സഖാവ് സുന്ദരയ്യ, ബസവ പുന്നയ്യ, EMS AKG, ജ്യോതി ബാസു, പ്രമോദാസ് ഗുപ്ത, BTR ഹർകിഷൻ സിംഗ് സുർജിത്, പി രാമമൂർത്തി. ഈ 9 പേർ നവരത്നങ്ങൾ. അവരൊറ്റ മനസ്സോടെ ഒരു മനുഷ്യനെ പോലെ പ്രവർത്തിച്ച പോളിറ്റ് ബ്യൂറോ ആണ്. 67 ഒരു സപ്തകക്ഷി മുന്നണി മന്ത്രിസഭയുണ്ടായി, നമ്മളെല്ലാം ഓർക്കുന്നുണ്ടാവും. അതിൽ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് കക്ഷിയായിരുന്നു. സപ്തകക്ഷിയിൽ ഒരു കക്ഷി ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗുമായിരുന്നു. ആ മന്ത്രിസഭയെ അവർ മറച്ചിട്ടു. ഒരു ഘട്ടത്തിൽ മുന്നണിക്കകത്ത് കുറുമുന്നണി ഉണ്ടാക്കി CPIയും RSPയും ലീഗും എല്ലാം ചേർന്ന് ആ മന്ത്രിസഭയെ മറച്ചിട്ടു. അങ്ങനെ മറച്ചിട്ട ശേഷം ലീഗിൻ്റെ നേതാവ് ബാഫക്കി തങ്ങൾ പത്രക്കാരോട് സംസാരിക്കുകയാണ്. ഈ മന്ത്രിസഭയെ മറച്ചിടാൻ എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെല്ലാം നല്ലത് തന്നെ, EMSും AKG എല്ലാം നല്ല നേതാക്കന്മാരും തന്നെ. പക്ഷെ അങ്ങ് ഡൽഹിയിൽ ഒരാളുണ്ട്, പോളിറ്റ് ബ്യൂറോൻ. ആ പോളിറ്റ് ബ്യൂറോനെ സഹിക്കാൻ പറ്റില്ല. ഇതായിരുന്നു തങ്ങളുടെ വ്യാഖ്യാനം. എന്ന് പറഞ്ഞാൽ ലീഗിൻ്റെ നേതാവ് ഉൾപ്പെടെ ധരിച്ചു വെച്ചിരിക്കുന്നത് PB പോളിറ്റ് ബ്യൂറോ എന്ന് പറഞ്ഞാൽ ഒരാളാണെന്നാണ്. അങ്ങനെ ഏകമനസ്സോടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരു ശക്തമായ നേതൃത്വമാണ് നവരത്നങ്ങൾ. അവരുടെ നേതൃത്വത്തിന് കീഴിലാണ് പിന്നീട് ഇങ്ങോട്ട് പാർട്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയത്. 7ാം പാർട്ടി കോൺഗ്രസിന് ശേഷം നമ്മുടെ പാർട്ടി കോൺഗ്രസുകളുടെ വിവരങ്ങൾ നമുക്ക് ഓരോന്നോരോന്നായി ഇനി പരിശോധിച്ച് പോകേണ്ടതേ ഉള്ളൂ. അതിൽ 8ാം പാർട്ടി കോൺഗ്രസ് ഒരു സുപ്രധാന പാർട്ടി കോൺഗ്രസ് തന്നെയാണത്. 68 ഡിസംബർ 23 മുതൽ 29 വരെ കൊച്ചിയിലാണ് ചേർന്നത്. ജനറൽ സെക്രട്ടറിയായി സുന്ദരയ്യയെ തന്നെ തിരഞ്ഞെടുത്തു. ഈ പാർട്ടി കോൺഗ്രസ് ആകുമ്പോഴേക്കും സംഭവിച്ചത് എന്താ? പാർട്ടിക്കകത്ത് വീണ്ടും ഒരു പിളർപ്പ് വന്നു. നമ്മളെ അങ്ങനെ പിളർന്നു പോയ കൂട്ടത്തിലെ ആളുകൾ വിശേഷിപ്പിച്ചത് പുത്തൻ റിവിഷനിസ്റ്റുകൾ എന്നാണ്. നേരത്തെ CPI ആയി പോയ ആളുകൾ റിവിഷനിസ്റ്റുകളാണെങ്കിൽ CPIM എന്ന് പറയുന്നത് പുത്തൻ റിവിഷനിസ്റ്റുകളാണ് എന്നാണ് അവരുടെ വിശേഷണം. എന്താ അവരതിന് പറഞ്ഞ ന്യായം? അവരുടെ ന്യായം മറ്റൊന്നുമല്ല, ഇന്ത്യൻ ബുർഷ്വാസി ഈ CPIM വിലയിരുത്തിയതുപോലെ അത്ര വലിയ ബുർഷ്വാസിയൊന്നുമല്ല, CPI വിലയിരുത്തിയതുപോലെ അത്ര പുരോഗമനവാദിയുമല്ല, അത് ഒരു ഏജൻസി ബുർഷ്വാസിയാണ്, കോംപ്രദോർ ബുർഷ്വാസി. ഇതാണ് അവർ പറഞ്ഞത്. ഇവിടെ കുറേ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു, അസംസ്കൃത സാധനങ്ങൾ ഉണ്ടാകുന്നു. ആ അസംസ്കൃത സാധനങ്ങൾ കയറ്റി വിദേശത്തേക്ക് അയക്കുന്നു. വിദേശത്ത് നിന്ന് സംസ്കൃത സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ഒരു ഏജൻസി പണി ചെയ്യുന്ന ബുർഷ്വാസിയാണ്. അതിനെ വളരെ വേഗം നിഷ്പ്രയാസം തകർക്കാൻ കഴിയും, കീഴ്പ്പെടുത്താൻ കഴിയും. എന്തേ വേണ്ടു? നല്ല ശക്തിയുള്ള യുവാക്കൾ കുറച്ചുണ്ടാവണം, അവരുടെ കയ്യിൽ ആയുധമുണ്ടാകണം. അതാണ്
നക്സലൈറ്റ് പ്രസ്ഥാനങ്ങളുടെ സിദ്ധാന്തം. ചാരു മജുദാറിനെ പോലുള്ള നിരവധിയായിട്ടുള്ള ഓരോരാൾ ഈ പേരെടുത്ത് പറയുന്നുണ്ട്. കനുസന്യാലുണ്ട്, ഇവിടെ കേരളത്തിലെടുത്താൽ കുന്നിക്കൽ നാരായണനുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ധാരാളം ആളുകൾ അടങ്ങുന്ന ഒരു ഗ്രൂപ്പായി അവർ മാറി. അവർ പാർട്ടിക്കകത്ത് കലാപമുണ്ടാക്കി. ഇടതുപക്ഷ തീവ്രവാദത്തിൻ്റെ വക്താക്കളായ അവരും പാർട്ടിയിൽ നിന്ന് പോയ കാലം. അതാണ് 8ാം പാർട്ടി കോൺഗ്രസിൻ്റെ കാലം. അങ്ങനെ ഈ ഇടതു വ്യതിയാനവും വലതു വ്യതിയാനവും ഒക്കെ തന്നെ കളഞ്ഞ് സംശുദ്ധീകരിക്കപ്പെട്ട ഒരു യഥാർത്ഥ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടിയായി നമ്മുടെ പാർട്ടി മാറി. അതിനുശേഷം നമ്മളൊരു പ്രത്യയശാസ്ത്ര പ്രമേയം ബർദാൻ എന്ന സ്ഥലത്ത് പ്ലീനം ചേർന്നുകൊണ്ട് അംഗീകരിച്ചു. ആ പ്രത്യയശാസ്ത്ര പ്രമേയത്തിൻ്റെയും 64 അംഗീകരിച്ച പാർട്ടി പരിപാടിയുടെയും അടിസ്ഥാനത്തിലാണ് പിന്നീട് ഇങ്ങോട്ടുള്ള നമ്മുടെ പാർട്ടിയുടെ തുടർ പ്രവർത്തനങ്ങളെല്ലാം എന്ന് കാണാം. 9ാം പാർട്ടി കോൺഗ്രസ് 972 ജൂൺ 27 മുതൽ ജൂലൈ 2 വരെ മധുരയിലാണ് ചേർന്നത്. അവിടെയും ജനറൽ സെക്രട്ടറിയായി പി സുന്ദരയ്യ തന്നെ വന്നു. 10ാം പാർട്ടി കോൺഗ്രസ് 1978 ഏപ്രിൽ 2 മുതൽ 8 വരെ ജലന്ധറിൽ നടന്നു. ജലന്ധറിൽ ചേർന്ന ആ പാർട്ടി കോൺഗ്രസ്സാണ് സഖാവ് EMSനെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുന്നത്. അതിനു മുന്നേ തന്നെ സഖാവ് സുന്ദരയ്യ ചില അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നും അതുപോലെ മറ്റ് ചില അസൗകര്യങ്ങൾ പ്രമാണിച്ചും എന്തു വന്നിരുന്നു, ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അല്പം ഒഴിഞ്ഞു നിന്നിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ EMSന് ജനറൽ സെക്രട്ടറിയുടെ ചുമതലയും നൽകിയിരുന്നു. ജലന്ധറിൽ പാർട്ടി കോൺഗ്രസ് നടന്നു. EMSനെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. ആ 10ാം പാർട്ടി കോൺഗ്രസ് ഒരു കാര്യം അസന്ദിഗ്ധമായി പ്രഖ്യാപിച്ചു. സംഘടനാപരമായി കുറെ കൂടി നമ്മൾ ചർച്ച നടത്തി തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, രാഷ്ട്രീയ നയത്തിൽ ഒരു മാറ്റം അനിവാര്യമാണ്. ഇടതുപക്ഷ ഐക്യം എന്ന ആശയം ആ പാർട്ടി കോൺഗ്രസ്സാണ് മുന്നോട്ട് വെക്കുന്നത്. ഇടതുപക്ഷം ചിഹ്ന ഭിന്നമാണ്. ഇടതുപക്ഷം എന്നാൽ മാർക്സം ലെനിസം തത്വസംഹിതയായി അംഗീകരിച്ചവരും സോഷ്യലിസം നയമായി പ്രഖ്യാപിച്ചവരുമായിട്ടുള്ള തൊഴിലാളി വർഗ സമീപനം കൈക്കൊള്ളുന്ന പാർട്ടികളെന്നർത്ഥം. അത്തരം പാർട്ടികളുടെ ഒരു ഐക്യം അനിവാര്യമാണ് എന്ന് ആ പാർട്ടി കോൺഗ്രസ് കണ്ടു. അങ്ങനെയാണ് 978 തന്നെ സാൽക്യയിൽ പ്ലീനം ചേരാനും തീരുമാനിക്കുന്നത്. സാൽക്യ പ്ലീനം ഏറെ പ്രസിദ്ധമാണ്. സാൽക്യ പ്ലീനം വരെ നമ്മുടെ പാർട്ടിയുടെ ഒരു സംഘടനാ രീതി കേഡർ നയമായിരുന്നു. സാൽക്യ പ്ലീനം ഒരു കാര്യം അസന്ദിഗ്ധമായി പ്രഖ്യാപിച്ചു: വേണ്ടത് കേഡർ നയമല്ല, നമുക്ക് നടത്താനുള്ളത് ജനകീയ ജനാധിപത്യ വിപ്ലവമാണ്. അതുകൊണ്ട് ജനകീയ ജനാധിപത്യ വിപ്ലവം നടത്തേണ്ടുന്ന വർഗങ്ങളെ കൂട്ടിയോജിപ്പിക്കുക എന്നത് പ്രധാനമാണ്. അപ്പോൾ അതിന് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ വർഗ ബഹുജന സംഘടനകൾ സ്വതന്ത്രമായി പ്രവർത്തിക്കണം. അതിന് രാഷ്ട്രീയം പാടില്ല, കക്ഷി രാഷ്ട്രീയം പാടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. രാഷ്ട്രീയം പാടില്ല എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം വേണ്ടെന്നല്ല, കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അതിർവരമ്പുകളില്ലാതെ വർഗാടിസ്ഥാനത്തിൽ വർഗസംഘടനയും ബഹുജന സംഘടനയും കെട്ടിപ്പടുത്ത് പ്രവർത്തിക്കണം. അത് സ്വതന്ത്രമായി പ്രവർത്തിക്കണം.
അതാണ് സാൽക്കിയ പ്ലീനത്തിൻ്റെ ഒരു കാതൽ. രണ്ടാമത്, പാർട്ടിയുടെ സംഘടനാ രീതി ഒരു ബഹുജന വിപ്ലവ പാർട്ടി എന്നതായിരിക്കണം. ഒരു കേഡർ പാർട്ടി എന്നല്ല, ഒരു ബഹുജന വിപ്ലവ പാർട്ടിയായി നമ്മുടെ പാർട്ടിക്ക് പ്രവർത്തിക്കാൻ കഴിയണമെന്നും സാൽക്കിയ പ്ലീനം തീരുമാനിച്ചു. ഇതേ ഘട്ടത്തിലാണ് CPIയുടെ ഭട്ടിൻഡ കോൺഗ്രസ്, 11ാം പാർട്ടി കോൺഗ്രസ്, അവർക്കൊരു കോൺഗ്രസ് അധികമാണ്. അവർക്ക് അടിയന്തരാവസ്ഥയിലും ഒരു പാർട്ടി കോൺഗ്രസ് നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് അവർക്കൊരു പാർട്ടി കോൺഗ്രസ് അധികമുണ്ട്. 11ാം പാർട്ടി കോൺഗ്രസ് അവർ ചേരുന്നത്. ആ ഭട്ടിൻഡ കോൺഗ്രസും ഇടതുപക്ഷ ഐക്യം എന്ന ആശയം മുന്നോട്ട് വെച്ചു. അങ്ങനെയാണ് നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ ഇടതുപക്ഷ ഐക്യം 979 മുതൽ രാജ്യത്താകെ വരുന്നത്. 77 മുതൽ തന്നെ അത് പശ്ചിമ ബംഗാളിൽ നിലവിൽ വന്നിരുന്നു എന്നതുകൂടി നമ്മൾ അതിൻ്റെ ഭാഗമായി മനസ്സിലാക്കി വെക്കുക. ഇനിയാണ് 11ാം പാർട്ടി കോൺഗ്രസ്. 11ാം പാർട്ടി കോൺഗ്രസ് 982 ജനുവരി 26 മുതൽ 31 വരെ വിജയവാഡയിലാണ് ചേർന്നത്. ജനറൽ സെക്രട്ടറിയായി EMSനെ തന്നെ തെരഞ്ഞെടുത്തു. ഈ പാർട്ടി കോൺഗ്രസിന് ശേഷം 12ാം പാർട്ടി കോൺഗ്രസിന് മുന്നേ കേരളത്തിൽ ചില സംഘടനാ വിഷയങ്ങൾ ഉയർന്നു വന്നു. 80-ൽ അധികാരത്തിൽ വന്ന നായനാർ ഗവൺമെൻറ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, അത് 81-ൻ്റെ ഒടുവിൽ തന്നെ രാജിവെക്കേണ്ടതായി വന്നു. 82 മുതൽ വീണ്ടും കരുണാകരൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മന്ത്രിസഭ തെരഞ്ഞെടുപ്പില്ലാതെ തന്നെ അധികാരത്തിൽ വരുന്ന നിലയുണ്ടായി. ഒരാളുടെ പിന്തുണ അതിനുണ്ടായില്ല, സമമായിരുന്നു. കാസ്റ്റിംഗ് വോട്ടിലൂടെയാണ് ആ മന്ത്രിസഭ നിലനിന്നത്. അതിനെയാണ് കാസ്റ്റിംഗ് മന്ത്രിസഭ എന്ന് നാമകരണം വന്നത്. ആ മന്ത്രിസഭ നിലനിൽക്കുന്ന കാലത്താണ് ഈ പാർട്ടി കോൺഗ്രസ്, 11ാം പാർട്ടി കോൺഗ്രസ്. തുടർന്നാണ് തെരഞ്ഞെടുപ്പ് വന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തോറ്റു. ഐക്യ ജനാധിപത്യ മുന്നണിയാണ്, UDF ആണ് അധികാരത്തിൽ വന്നത്, കരുണാകര മന്ത്രിസഭ. ആ മന്ത്രിസഭ വന്നതോടുകൂടി കേരളത്തിലെ പാർട്ടിക്കകത്തൊരു ആശയ സമരം വന്നു. ആ മുന്നണിക്കകത്തുള്ള, വലതു മുന്നണിക്കകത്തുള്ള ലീഗിനെയും കേരള കോൺഗ്രസിനെയും നമ്മൾ ഇങ്ങോട്ട് കൂട്ടണം, ചതിക്ക് ചതിപ്രയോഗം നടത്തണം. നായനാർ മന്ത്രിസഭയെ മറച്ചിട്ട കോൺഗ്രസിൻ്റെ കുതന്ത്ര അതേപോലെ നമ്മളും പയറ്റി ആ മന്ത്രിസഭയെ അസ്ഥിരപ്പെടുത്തി മറച്ചിടണം. അതിന് ലീഗിനെയും കേരള കോൺഗ്രസിനെയും കൂട്ടണം. ഇതായിരുന്നു പാർട്ടിയിലെ ഒരു വാദം. 12ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായ സമ്മേളനമാകുമ്പോഴേക്കും ഈ വാദം ഒരു വിഭാഗം ശക്തമായി ഉയർത്താൻ തുടങ്ങി. 12ാം പാർട്ടി കോൺഗ്രസിൻ്റെ കരട് രേഖ വന്നപ്പോൾ അതിനൊരു ബദൽ രേഖ അവതരിപ്പിക്കപ്പെട്ടു. MV രാഘവൻ്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം സഖാക്കളാണ് ആ ബദൽ രേഖയിൽ ഒപ്പുവെച്ച് കേന്ദ്ര കമ്മിറ്റിക്ക് കൊടുത്തത്. ഇത് പാർട്ടിക്കകത്ത് വലിയ വിഭാഗീയ പ്രശ്നങ്ങളുണ്ടാക്കി. 12ാം പാർട്ടി കോൺഗ്രസ് അത് സംബന്ധിച്ച് വിശദമായി ചർച്ച ചെയ്യുകയും ആ ബദൽ രേഖ തള്ളിക്കളയുകയും ചെയ്തു. അതിനെ തുടർന്ന് ബദൽ രേഖ എന്ന ആശയം വെച്ച് പാർട്ടിക്കകത്ത് ഗ്രൂപ്പ് പോരാട്ടം നടത്തിയ സഖാക്കളുടെ പേരിൽ നടപടി സ്വീകരിക്കുകയും ആ നടപടി അംഗീകരിക്കാത്തവർ പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുകയും പുതിയൊരു പാർട്ടി ഉണ്ടാക്കുകയും ചെയ്തതെല്ലാം ചരിത്രം.
അങ്ങനെ പാർട്ടി ഉണ്ടാക്കിപ്പോയ ആ പാർട്ടിയിലെ ഒരു വിഭാഗം ഇപ്പോൾ നമ്മുടെ പാർട്ടിയിൽ ലയിച്ച് പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. എന്നാൽ ഒരു വിഭാഗം ഇപ്പോഴും ആ പോയത് തന്നെയാണ് ശരിയെന്നും അതുമാത്രമാണ് ശരിയെന്നും കോൺഗ്രസ് ആണ് മുഖ്യശത്രു എന്ന് പറഞ്ഞു പോയിട്ട് കോൺഗ്രസിൻ്റെ കൂടാരത്തിൽ ചേക്കേറിയത് അതേപോലെ തുടരാനും അവർ തയ്യാറാവുകയാണ് ചെയ്യുന്നത്. 13ാം പാർട്ടി കോൺഗ്രസ് 988 ഡിസംബർ 27 മുതൽ 89 ജനുവരി 1 വരെ തിരുവനന്തപുരത്താണ് ചേർന്നത്. EMSനെ തന്നെ ജനറൽ സെക്രട്ടറിയായി വീണ്ടും തെരഞ്ഞെടുത്തു. 14ാം പാർട്ടി കോൺഗ്രസ് 92 ജനുവരി മാസം 3 മുതൽ 10 വരെ മദിരാശിയിലാണ് ചേർന്നത്. ഈ സമ്മേളനമാകുമ്പോഴേക്കും EMS ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയുകയും ഹർകിഷൻ സിംഗ് സുർജിത്ത് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി വരികയും ചെയ്തു. 15ാം പാർട്ടി കോൺഗ്രസ് 95 ഏപ്രിൽ മുതൽ 8 വരെ ചണ്ഡീഗഡിലാണ് ചേർന്നത്. ഈ ചണ്ഡീഗഡ് പാർട്ടി കോൺഗ്രസും നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരു പാർട്ടി കോൺഗ്രസ്സാണ്. ആ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സന്ദർഭത്തിലാണ് നമ്മുടെ സഖാവ് EP ജയരാജന് ട്രെയിനിൽ വെച്ച് വെടിയേൽക്കുന്നത്. ആ വെടിയുണ്ടം പേറിയാണ് ഇപ്പോഴും സഖാവ് ജീവിക്കുന്നത് എന്നത് നമുക്കെല്ലാം അറിയുന്ന ഒരു വസ്തുത അതിൻ്റെ അടിയിൽ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം. 16ാം പാർട്ടി കോൺഗ്രസ് 98 ഒക്ടോബർ 5 മുതൽ 11 വരെ കൽക്കത്തയിലാണ് ചേർന്നത്. ജനറൽ സെക്രട്ടറിയായി സുർജിത്ത് തന്നെ തുടർന്നു. 17ാം പാർട്ടി കോൺഗ്രസ് 2002 മാർച്ച് 19 മുതൽ 24 വരെ ഹൈദരാബാദിലാണ് ചേർന്നത്. ജനറൽ സെക്രട്ടറിയായി സുർജിത്ത് തന്നെ തുടർന്നു. 18ാം പാർട്ടി കോൺഗ്രസ് 2005 ഏപ്രിൽ 6 മുതൽ 11 വരെ ദില്ലിയിൽ വെച്ചാണ് നടന്നത്. സുർജിത്ത് ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയുകയും സഖാവ് പ്രകാശ് കാരാട്ട് ജനറൽ സെക്രട്ടറിയായി വരികയും ചെയ്തു. 19ാം പാർട്ടി കോൺഗ്രസ് 2008 മാർച്ച് 29 മുതൽ 2 വരെ കോയമ്പത്തൂരിൽ ചേർന്നു. ജനറൽ സെക്രട്ടറിയായി പ്രകാശ് കാരാട്ട് തന്നെ വന്നു. ഈ 19ാം പാർട്ടി കോൺഗ്രസിനും ഒരു പ്രത്യേകത ഉണ്ട്. അത് നമ്മൾ 2004 മുതൽ 2008 വരെ കേന്ദ്ര ഗവൺമെൻറ്റിന് പിന്തുണ നൽകി വന്നിരുന്നു. പിന്തുണ നൽകാനുണ്ടായിട്ട കാരണം നമുക്കറിയാം. 99 അധികാരത്തിൽ വന്ന BJP ഗവൺമെൻറ്, ആ BJP ഗവൺമെൻറ്റിന് താഴെ ഇറക്കണം എന്നതായിരുന്നു ആ തെരഞ്ഞെടുപ്പിലെ നമ്മുടെ മുദ്രാവാക്യം. 2004 തെരഞ്ഞെടുപ്പിൻ്റെ മുദ്രാവാക്യം. അതിന് വലിയ തോതിൽ ജനങ്ങൾ പിന്തുണയും നൽകി. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സീറ്റ് കിട്ടിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 2004 തെരഞ്ഞെടുപ്പ്. ഇടതുപക്ഷ ബ്ലോക്കിനാകെ 60 ചില്ലാൻ സീറ്റുകൾ കിട്ടി, 70-ന് തൊട്ട് താഴെ. നമ്മുടെ പാർട്ടിക്ക് തന്നെ 46ഓളം സീറ്റുകൾ നമ്മുടെ പാർട്ടിക്കുണ്ടായിരുന്നു. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 18 സീറ്റും കിട്ടിയ കാലമായിരുന്നു അത്. ആ മന്ത്രിസഭയ്ക്ക് നാം കൊടുത്ത പിന്തുണ ഒരു മിനിമം പരിപാടിയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. എന്നാൽ കോൺഗ്രസ് ഗവൺമെൻറ് ആ പരിപാടിയിൽ നിന്ന് വ്യതിചലിക്കുകയും സാമ്രാജ്യത്വ അനുകൂല നിലപാട് സ്വീകരിക്കുകയും ആസിയാൻ കരാറിൽ ഏർപ്പെടുകയും ചെയ്തതോടുകൂടി നമ്മുടെ പാർട്ടി
ഇടതുപക്ഷ ബ്ലോക്ക് ചർച്ച നടത്തി ഈ അറിവിന്തിരിപ്പൻ നയത്തിന് നമുക്ക് കൂട്ടുനിൽക്കാൻ സാധിക്കില്ല എന്ന തീരുമാനമെടുക്കുകയും സാമ്രാജ്യത്വ ദാസ്യവേല ചെയ്യുന്ന മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ പിന്തുണ പിൻവലിക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. ആ പിൻവലിക്കൽ ചർച്ച നടന്ന ഒരു പാർട്ടി കോൺഗ്രസ് എന്നതാണ് കോയമ്പത്തൂർ പാർട്ടി കോൺഗ്രസിൻ്റെ ഒരു സവിശേഷത എന്നത് സാന്ദർഭികമായി ചൂണ്ടിക്കാട്ടുകയാണ്. 20ാം പാർട്ടി കോൺഗ്രസ് 2012 ഏപ്രിൽ 4 മുതൽ 9 വരെ കോഴിക്കോട് വെച്ചാണ് നടന്നത്. കോഴിക്കോട് വെച്ച് നടന്ന ആ സമ്മേളനവും ജനറൽ സെക്രട്ടറിയായി സഖാവ് പ്രകാശ് കാരാട്ടിനെ തന്നെ തെരഞ്ഞെടുത്തു. 21ാം പാർട്ടി കോൺഗ്രസ് 2015 ഏപ്രിൽ 14 മുതൽ 19 വരെ വിശാഖപട്ടണത്ത് വെച്ച് ചേർന്നു. അപ്പോഴേക്കും പാർട്ടി ഒരു തീരുമാനം എടുത്തിരുന്നു. ലോക്കൽ കമ്മിറ്റി മുതൽ മേലോട്ടുള്ള കേന്ദ്ര കമ്മിറ്റി വരെയുള്ള എല്ലാ കമ്മിറ്റികളുടെയും സെക്രട്ടറിമാർ 3 ടേമിൽ കൂടുതൽ തുടരേണ്ടതില്ല എന്ന ഒരു തീരുമാനം പാർട്ടി കേന്ദ്ര കമ്മിറ്റി കൈക്കൊണ്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രകാശ് കാരാട്ട് സെക്രട്ടറി സ്ഥാനം മാറുകയും സഖാവ് സീതാറാമിനെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. സീതാറാം യെച്ചൂരി ആദ്യമായി ജനറൽ സെക്രട്ടറി ആയത് 21ാം പാർട്ടി കോൺഗ്രസിലാണ്. 22ാം പാർട്ടി കോൺഗ്രസ് 2018 ഏപ്രിൽ 18 മുതൽ 22 വരെ ഹൈദരാബാദിലാണ് ചേർന്നത്. ജനറൽ സെക്രട്ടറിയായി യെച്ചൂരി തന്നെ. 23ാം പാർട്ടി കോൺഗ്രസ് നമുക്കെല്ലാവർക്കും അറിയാം, കണ്ണൂരിലാണ് ചേർന്നത്. 2021 ഏപ്രിൽ 6 മുതൽ 10 വരെ സഖാവ് സീതാറാം യെച്ചൂരിയെ തന്നെ വീണ്ടും ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. ഇതാണ് അഖിലേന്ത്യാ പാർട്ടി കോൺഗ്രസ്സുകളുടെ ഇതുവരെയുള്ള ചരിത്രം. കേരള സംസ്ഥാന സമ്മേളനങ്ങൾ എടുത്താൽ 1943 കോഴിക്കോട് വെച്ചാണ് ആദ്യത്തെ സംസ്ഥാന സമ്മേളനം നടന്നത്. സഖാവ് പി കൃഷ്ണപിള്ളയായിരുന്നു സെക്രട്ടറി. പിന്നീട് കേരള സംസ്ഥാന സമ്മേളനം രഹസ്യമായിട്ടാണ് 1951 ആലപ്പുഴയിൽ നടന്നത്. കൃഷ്ണപിള്ള അതിനു മുന്നേ മരണപ്പെട്ടിരുന്നു. കൃഷ്ണപിള്ള മരണപ്പെട്ടതിനെ തുടർന്ന് 51 വരെ 2-3 സെക്രട്ടറിമാർ മാറി മാറി വന്നിരുന്നു. 51 ജൂലൈ മാസം നടന്ന സമ്മേളനത്തിൽ അച്യുതമേനോനാണ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അതേ അവസരം തന്നെ മലബാറിൽ വേറൊരു സമ്മേളനം കൂടെ, മലബാർ പാർട്ടി സമ്മേളനം എന്നുള്ള നിലയ്ക്ക് സമ്മേളനം നടന്നു. അവിടെ അത് വടകര വെച്ചാണ് നടന്നത്. സെക്രട്ടറിയായി കെ ദാമോദരനെയും തിരഞ്ഞെടുക്കുന്ന നിലയുണ്ടായി. അത് 56ലാണ് വടകര സമ്മേളനം നടന്നത്. മലബാർ പാർട്ടി സമ്മേളനം എന്ന പേരിലാണ് അത് അറിയപ്പെട്ടത്. 56ലാണ് ആ സമ്മേളനം നടന്നത്. കെ ദാമോദരനാണ് സെക്രട്ടറി. പിന്നെ തിരുക്കൊച്ചി പാർട്ടി സമ്മേളനം എന്ന പേരിൽ ഒരു 1953 ഡിസംബർ 10 നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതേ കാലയളവിൽ തന്നെ മലബാർ പാർട്ടി സമ്മേളനം എന്ന പേരിൽ മാഹിയിൽ ഒരു സമ്മേളനം നടന്നിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങി വിവിധ രീതിയിലാണ് തിരുക്കൊച്ചിയിലും മലബാറിലുമായി മാറി മാറിയിട്ടാണ് സ്റ്റേറ്റ് സമ്മേളനങ്ങൾ വന്നുപോയത്. ഈ തിരുക്കൊച്ചി മലബാർ സംയോജന സമ്മേളനം അത് നടന്നത് 1956 ജൂൺ 22 മുതൽ 24 വരെയാണ്. അതിൽ 35 പേരുള്ള ഒരു സംസ്ഥാന കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. സെക്രട്ടറിയായി സി അച്യുതമേനോനെയും തിരഞ്ഞെടുത്തു. 4ാം സംസ്ഥാന സമ്മേളനം പിന്നെ 58ലാണ് കോഴിക്കോട് വെച്ച് നടന്നത്. എം.എൻ. ഗോവിന്ദൻ നായരായിരുന്നു സ്റ്റേറ്റ് സെക്രട്ടറി. 5ാം സംസ്ഥാന സമ്മേളനം 59 നവംബറിന് സെക്രട്ടറിയായി EMSനെയാണ് തിരഞ്ഞെടുത്തത്. 60ലും കണ്ണൂർ കാട്ടാമ്പള്ളിയിലാണ് സ്റ്റേറ്റ് സമ്മേളനം നടന്നത്. EMSനെ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു.
അതിനുശേഷം പിന്നീട് EMS ജനറൽ സെക്രട്ടറി ആയപ്പോൾ വീണ്ടും MN ഗോവിന്ദൻ നായർ തന്നെ ഈടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുണ്ട്. 64 പാർട്ടി പിളർന്ന ശേഷം സെക്രട്ടറിയായി സഖാവ് CH കണാരനെ 8ാം സംസ്ഥാന സമ്മേളനം തിരഞ്ഞെടുത്തു. 7ാം സംസ്ഥാന സമ്മേളനം തിരഞ്ഞെടുത്തു. 8ാം സംസ്ഥാന സമ്മേളനം 68 നവംബർ 19 മുതൽ 24 വരെ ചേർന്നു. സെക്രട്ടറിയായിട്ട് AKGയെ തിരഞ്ഞെടുത്തു. 71 ഡിസംബർ 9 മുതൽ 12 വരെ കൊല്ലത്ത് വെച്ച് സ്റ്റേറ്റ് സമ്മേളനം നടന്നു. CH കണാരനെ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. 72 CH അന്തരിച്ചപ്പോൾ സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്ന് EK നായനാരെ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. 78 നടന്ന 10ാം സംസ്ഥാന സമ്മേളനത്തിൽ സെക്രട്ടറിയായി EK നായനാരെ വീണ്ടും തിരഞ്ഞെടുത്തു. 11ാം സംസ്ഥാന സമ്മേളനം ചേർന്ന് സഖാവ് VS സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. അതിന് മുന്നേ തന്നെ 980 നായനാർ മുഖ്യമന്ത്രിയായപ്പോൾ സെക്രട്ടറിയുടെ ചാർജ് VS ആണ് വഹിച്ചിരുന്നത്. പിന്നീട് 91 വരെ VS ആയിരുന്നു സ്റ്റേറ്റ് സെക്രട്ടറി. 91 സംസ്ഥാന സമ്മേളനം 14ാം സംസ്ഥാന സമ്മേളനം ചേർന്നപ്പോൾ നായനാരാണ് സെക്രട്ടറി ആയത്. VS പ്രതിപക്ഷ നേതാവായതിനെ തുടർന്ന് നായനാർ സെക്രട്ടറിയായി. 15ാം സംസ്ഥാന സമ്മേളനം വീണ്ടും നായനാരെ തന്നെ സെക്രട്ടറിയാക്കി. പക്ഷേ 96 നിയമസഭാ കക്ഷി നേതാവാൻ നായനാർ നിയോഗിതനായതിനെ തുടർന്ന് ചടയം ഗോവിന്ദനാണ് പിന്നീട് സെക്രട്ടറി ആയത്. 16ാം സംസ്ഥാന സമ്മേളനവും 17ാം സംസ്ഥാന സമ്മേളനവും സഖാവ് ചടയനെ തന്നെ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. ചടയൻ 98 സെപ്റ്റംബർ 9 അന്തരിച്ചു. അതിനെ തുടർന്ന് സഖാവ് പിണറായി വിജയനെ സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. പിന്നീട് 2015 വരെ സഖാവ് പിണറായി തന്നെയായിരുന്നു സെക്രട്ടറി. 15 ആലപ്പുഴ നടന്ന സംസ്ഥാന സമ്മേളനത്തിലാണ് കോടിയേരി സെക്രട്ടറിയായി വരുന്നത്. അതിനുശേഷമുള്ള കാര്യമെല്ലാം നമുക്കറിയുന്നതുകൊണ്ട് തുടർച്ചയായി മറ്റു കാര്യങ്ങൾ പറയേണ്ടതായിട്ടില്ല. സഖാവ് ഗോവിന്ദ മാഷാണ് ഇപ്പോൾ സ്റ്റേറ്റ് സെക്രട്ടറി എന്നും നമുക്കറിയാം. കോടിയേരിയുടെ മരണത്തെ തുടർന്ന് സഖാവ് ഗോവിന്ദ മാഷാണ് സെക്രട്ടറിയായി വന്നത്. ഈ നിലക്കാണ് നമ്മുടെ പാർട്ടി സംസ്ഥാന സമ്മേളനവും സെക്രട്ടറിമാരുടെയും ഒരു. ഇനി നമുക്ക് വർത്തമാനത്തിലേക്ക് വന്നാൽ ഒരുപാട് സമയം സംസാരിക്കാൻ ഇനി സമയമില്ല. നമ്മളിപ്പോൾ തന്നെ ഏതാണ്ട് 1 മണിക്കൂർ പിന്നിട്ടിട്ടുണ്ട്. അപ്പോൾ വർത്തമാനകാലത്ത് നമ്മുടെ പാർട്ടി അതിഗുരുതരമായ നിരവധി വെല്ലുവിളികളെ അഭിമുഖീകരിക്കുകയാണ് എന്ന് നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. എല്ലാ ശത്രുക്കളും ഇപ്പോൾ നമ്മളെ എതിർക്കുന്ന കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന നിലയിലാണ് അവരിപ്പോൾ സമീപനം സ്വീകരിക്കുന്നത്. പരസ്പര ശത്രുക്കളായിരിക്കും, പക്ഷെ നമ്മൾ അവരുടെ എല്ലാം ശത്രുക്കളായതുകൊണ്ട് അവരെല്ലാം കൂട്ടിയോജിച്ച് നമ്മളെ എതിർക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അതിൽ നമുക്ക് വലിയ പരിഭവമൊന്നും വേണ്ടതില്ല. കാരണം നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വർഗത്തെയാണ്, അത് അധ്വാന വർഗത്തെയാണ്. അധ്വാന വർഗത്തിന് എതിരായി നിൽക്കുന്ന തത്വസംഹിതയുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം നമ്മളെ എതിർക്കുക സ്വാഭാവികമാണ്. അതിൽ നമുക്ക് അത്ഭുതമില്ല. പക്ഷെ പരസ്പരം പോരടിക്കുന്ന അവർ നമ്മളെ എതിർക്കാൻ മാത്രമായി യോജിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്ന ഒരു വസ്തുത. അപ്പോൾ നമ്മുടെ ശത്രുക്കൾ ദുർബലരല്ല, പ്രബലരാണ് എന്ന് നമ്മൾ
മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടുന്ന ഒരു കാലമാണ്. ഇനി അവർ മാത്രമല്ല, ജനാധിപത്യത്തിൻ്റെ 4-ാം തൂണ് എന്നതാണ് പൊതുവിൽ മാധ്യമങ്ങളെ വിശേഷിപ്പിക്കുന്നത്. അതിൽ പത്രമാധ്യമങ്ങളുണ്ട്, ദൃശ്യമാധ്യമങ്ങളുണ്ട്, ശ്രവ്യമാധ്യമങ്ങളുണ്ട്. ഇതെല്ലാം ഒരുപോലെ ബൂർഷ്വാ രാഷ്ട്രീയത്തിൻ്റെ പിണിയാളുകളായി പ്രവർത്തിക്കുകയാണിപ്പോൾ. അവർ വാസ്തവത്തിൽ ജനാധിപത്യത്തിൻ്റെ 4-ാം തൂണല്ല, അവർ കോർപ്പറേറ്റ് മുതലാളിമാരുടെ നെടുംതൂണുകളായാണ് പ്രവർത്തിച്ചു വരുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്തുകൊണ്ടാണ് നമ്മുടെ പാർട്ടിയെ ഇങ്ങനെ അവർ കടന്നാക്രമിക്കുന്നത്? ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. കണ്ണൂർ ജില്ലാ സമ്മേളനം ഫെബ്രുവരി 1 മുതൽ 3 വരെ തളിപ്പറമ്പിൽ വെച്ചാണ് നടക്കുന്നത്. അതിൻ്റെ മുന്നോടിയായി ഞങ്ങൾ ഇവിടെ എല്ലാ ബ്രാഞ്ചുകളിലും, എല്ലാ പാർട്ടി ബ്രാഞ്ചുകളിലും എന്തുകൊണ്ട് CPM എന്ന ഒരു ക്യാമ്പയിൻ ഏറ്റെടുത്ത് നടത്തുകയാണ്. അതിൽ 2 തലമാണ് പരാമർശിക്കുന്നത്. ഒന്ന്, എന്തിനു വേണ്ടി നമ്മുടെ പാർട്ടി നിലകൊള്ളണം എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് എല്ലാവരും നമ്മളെ പാർട്ടിക്ക് മേലെ ഇങ്ങനെ കടന്നാക്രമണം നടത്തുന്നത്, എന്തുകൊണ്ടാണ് അവർ നമ്മളെ ലക്ഷ്യമിടുന്നത്. ഈ സംവാദമാണ് ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെമ്പാടും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം സ്പഷ്ടമാണ്, നമ്മൾ ഒരു പ്രത്യേക വിഭാഗത്തെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതും ആ വിഭാഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതും നമ്മളെ കടന്നാക്രമിക്കാൻ എതിരാളികൾക്ക് കാരണമാകുന്നു. നമ്മൾ പാവങ്ങളുടെ പക്ഷത്ത് നിൽക്കുകയാണ്, അടിയുറച്ച് നിൽക്കുകയാണ്. പാവങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കണമെന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. മാത്രമല്ല, നിലനിൽക്കുന്ന സാമൂഹ്യ വ്യവസ്ഥയെ മാറ്റി പുതിയൊരു സാമൂഹ്യ വ്യവസ്ഥ കൊണ്ടുവരണമെന്നും നമ്മൾ ഉദ്ഘോഷിക്കുന്നു. ഇതൊന്നും സാമ്രാജ്യത്വ ശക്തികൾക്ക്, അവരെ താലോലിക്കുന്ന ബൂർഷ്വാ വർഗങ്ങൾക്ക്, കോർപ്പറേറ്റ് മുതലാളിമാർക്ക്, ചെങ്ങാത്ത മുതലാളിത്തത്തിന് ഒന്നും ദഹിക്കുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ അവരെല്ലാം നമ്മളെ ശക്തിയുക്തം എതിർക്കാനും കടന്നാക്രമിക്കാനും മുതിരും എന്ന് നമ്മൾ കാണുകയും വേണം. ആ നിലക്ക് മുതിരുന്ന വർഗശത്രുക്കളെ കരുതിയിരിക്കാനും അവർക്ക് മേൽ വിജയം വരിക്കാനും നമുക്ക് സാധ്യമാകേണ്ടതായിട്ടുണ്ട്. അതിനുള്ള സംഘടനാ രൂപം കരുപ്പിടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ പാർട്ടിക്ക് മുമ്പിലുള്ള ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. നമ്മുടെ പാർട്ടി വർഗങ്ങളെ സംഘടിപ്പിക്കുന്നു, വർഗസമരം നയിക്കുന്നു, സമത്വസുന്ദരമായ ഒരു ലോകം പണിയുമെന്ന് പ്രഖ്യാപിക്കുന്നു, ഒരു നവോത്ഥാന കേരളം കെട്ടിപ്പടുക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. ഇതൊന്നും അവർക്ക് വൈതാളികന്മാർക്ക് സഹിക്കാവുന്നതല്ല. നമ്മളെ പാർട്ടിയെ രാഷ്ട്രീയമായി എതിർക്കാൻ അവർക്ക് സാധ്യവുമല്ല. രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട്, നയം പറഞ്ഞുകൊണ്ട് നമ്മുടെ പാർട്ടിയെ എതിർക്കുക എന്നുള്ളത് ഒരു എതിർ രാഷ്ട്രീയക്കാർക്കും ഇന്ന് സാധ്യമല്ല. അപ്പോഴവരെന്താ ചെയ്യുന്നത്? അവർ നിർമ്മലമായ മനസ്സുകളെ, അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള വികാരങ്ങളെ തട്ടി ഉണർത്തുക എന്നതാണ്. അതിനൊറ്റ മാർഗമേ ഉള്ളൂ, അവരുടെ സ്വത്വബോധത്തെ ഉണർത്തുക എന്നുള്ളത്. അതിൽ ജാതിസ്വത്വമുണ്ട്, മതസ്വത്വമുണ്ട്, അതുപോലെ തന്നെ പ്രാദേശിക സ്വത്വവാദങ്ങളുണ്ട്. ഇത്തരം സ്വത്വവാദങ്ങളെ ഉയർത്തിക്കൊണ്ട് നമുക്കെതിരായി തിരിക്കാൻ സാധിക്കും എന്നവർ കാണുന്നു. പല പ്രദേശങ്ങളിലും അവർ അതിൽ വിജയിക്കുകയും ചെയ്യുന്നു. മുമ്പെങ്ങുമില്ലാത്ത വിധം ജാതിബോധം സമൂഹത്തിൽ വളർത്താനാണ് സംഘപരിവാര ശക്തികൾ ശ്രമിക്കുന്നത്. ജാതി അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുക, മതാടിസ്ഥാനത്തിൽ യോജിപ്പിക്കുക, എന്നിട്ട് വർഗീയത പരത്തുക, ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സമൂഹം വലിയ നിലക്ക് മാറുന്നുണ്ട്.
സമൂഹത്തിൽ വരുന്ന മാറ്റം വലിയ നിലയിലാണ്. ഇന്നിപ്പോൾ സ്വജാതി വിവാഹങ്ങളല്ല അധികവും നടക്കുന്നത്. വിവാഹങ്ങൾ പലതും സ്വജാതി വിവാഹങ്ങളല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ചെറുപ്പക്കാർ കാണുന്നു, പരസ്പരം ഇഷ്ടപ്പെടുന്നു, അവർ ജാതിയോ മതമൊന്നും കാര്യമായിട്ട് നോക്കുന്നില്ല. അവർ പരസ്പരം സ്നേഹിക്കുന്നു, വിവാഹിതരാകുന്നു, കുടുംബജീവിതം നയിക്കുന്നു. ഇത് നമുക്ക് പൊതുവിൽ കാണാൻ വേണ്ടി സാധിക്കും. ഇന്ന് എല്ലാ ഹിന്ദു കുടുംബങ്ങളെ മാത്രമാണ് വിവാഹം കഴിക്കുന്നത് എന്ന് പറയാൻ സാധിക്കില്ല. ജാതി എടുത്താൽ ഓരോ ജാതി കുടുംബങ്ങളിലും ആ സ്വജാതികളെയാണ് വിവാഹം കഴിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. അങ്ങനെയെല്ലാം വിവാഹ ജീവിതം മാറി മറയുന്നുണ്ട്. സമൂഹം ഏറെ പുരോഗതിയിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ അപ്പോഴും ജാതി സ്വത്വം മുറുകെ പിടിച്ചുകൊണ്ട് വല്ലാത്ത നിലക്ക് ജാതി വികാരം വളർത്തിക്കൊണ്ട് സമൂഹത്തിനകത്ത് ഭിന്നിപ്പുണ്ടാക്കാനും മതാടിസ്ഥാനത്തിൽ യോജിപ്പുണ്ടാക്കാനും അതുവഴി വർഗീയത പരത്താനും വലിയ നിലക്കുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. അതിലൊരു പരിധിവരെ അവർക്ക് വിജയിക്കാനും സാധിക്കുന്നു എന്നതാണ് ഈ കാലത്തെ ഏറ്റവും സവിശേഷമായ ഒരു പ്രത്യേകത. അപ്പോൾ അതിനെ അതിജീവിക്കാൻ നമ്മൾ അതിനനുസൃതമായിട്ടുള്ള അടവ് നയങ്ങൾ രൂപീകരിക്കേണ്ടതായിട്ട് വരും. വെറും വർഗസമരം, വർഗരാഷ്ട്രീയം എന്ന് മാത്രം പറഞ്ഞാൽ ഇക്കാലത്ത് ജനങ്ങളെ സംഘടിപ്പിക്കുക അത്രത്തോളം എളുപ്പമല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിനനുസൃതമായി, കാലാനുസൃതമായി നമ്മുടെ നയപരിപാടികളിലും പ്രവർത്തന പഥങ്ങളിലും മാറ്റം വരുത്തിക്കൊണ്ട് ജനങ്ങളിലേക്കിറങ്ങി ജനങ്ങളുടെ വിചാരങ്ങൾ മനസ്സിലാക്കി അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരിൽ വർഗബോധം വളർത്തി രാഷ്ട്രീയ ബോധം വളർത്തി അവരെ കൂടെ കൊണ്ടുവരിക എന്ന ഭാരിച്ച ഉത്തരവാദിത്തമാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ നിർവഹിക്കാനുള്ളത്. ആ ഭാരിച്ച ഉത്തരവാദിത്തവും കടമയും നാം നിർവഹിക്കുന്നില്ല എങ്കിൽ കേരളത്തിൻ്റെ ഭാവിയും ഭാരതത്തിൻ്റെ ഭാവിയും ഇരുണ്ടതായി പോകും. കണ്ടത് നേരത്തെ മാറി മാറി ആണ് ഇടതുപക്ഷ ഭരണം കേരളത്തിൽ ഉണ്ടായത് എങ്കിൽ ഇപ്പോൾ നമുക്കൊരു തുടർഭരണം ലഭിച്ചിരിക്കുന്നു. ഈ തുടർഭരണം നമ്മുടെ രാഷ്ട്രീയ എതിരാളികളെ തെല്ലൊന്നുമല്ല ആശങ്കാകുലരാക്കുന്നത്. ഈ ഭരണം ഇതുപോലെ തുടർന്നാൽ മൂന്നാമതും വരും എന്നവർ വല്ലാതെ ആശങ്കപ്പെടുന്നു. അവർ ഭയവിഹുലരാകുന്നു. മൂന്നാമതും അധികാരം നഷ്ടപ്പെട്ടാൽ ഞങ്ങളിനി എന്ത് ചെയ്യും എന്ന ആകുലതയും വേവലാതിയുമാണ് ലീഗിനെ കൊണ്ട് ജമായത്തെ ഇസ്ലാമിയുമായി കൈകോർക്കാൻ പ്രേരിപ്പിക്കുന്നത്. ബദ്ധശത്രുക്കളായിരുന്നു അവർ. ആ ജമായത്തെ ഇസ്ലാമിയുമായിട്ട് അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തെ തീവ്രവാദത്തിലേക്ക് നയിക്കുന്ന SDPI പോലുള്ള അതിതീവ്രവാദ ശക്തികളുമായിട്ട് കൈകോർക്കുന്നതിൽ ലീഗിന് ഒരു മടിയും ഇപ്പോഴില്ലാത്തത് മൂന്നാമതൊരു ഭരണനഷ്ടം കൂടി സഹിക്കാനുള്ള ശേഷിയില്ല എന്നെടുത്തു നിന്നാണ് ഇത്തരം അതിതീവ്രവാദികളെ അടക്കം കൂട്ടിയോജിപ്പിച്ച് കേവലം വോട്ടിൽ കണ്ണുനട്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ലീഗ് മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസോ അഖിലേന്ത്യാ തലത്തിൽ ഏറ്റവും ശക്തിയുക്തം എതിർക്കുന്ന BJPയെ കേരളത്തിൽ കൂടെ കൂട്ടാനും കൈകോർക്കാനും അവർക്ക് യാതൊരു മടിയുമില്ലാത്തതും മൂന്നാമതൊരു തോൽവി കൂടി ഏറ്റുവാങ്ങാൻ സാധ്യമല്ല എന്ന ചിന്തയിൽ നിന്ന് ഉടലെടുക്കുന്നതാണ് എന്ന് കാണാൻ കഴിയും. ഈ വിധത്തിൽ വലതുപക്ഷ രാഷ്ട്രീയം എല്ലാവിധ തോന്നിയവാസങ്ങളും നടത്തി അവസരവാദ രാഷ്ട്രീയം നടത്തി ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ ഒരു തുടർഭരണം ഇനിയില്ലാതിരിക്കാനുള്ള ജാഗ്രതയാണവർ പുലർത്തുന്നത് എന്ന് നമ്മൾ കാണണം. അങ്ങനെ കണ്ടുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനക്ഷേമ പരിപാടികൾ ജനങ്ങളിലെത്തിക്കാനും ജനങ്ങൾക്ക് അവബോധമുണ്ടാക്കാനും ഒരു ഇടതുപക്ഷ ഭരണം പോയാലുണ്ടാകുന്ന അവസ്ഥയെ കൃത്യമായി പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിക്കാനും നമുക്ക് സാധിക്കേണ്ടത്. അതുകൊണ്ട് കേരളത്തിൽ 2025 നടക്കുന്ന തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിലും 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും വിജയം വരിക്കേണ്ടത്
കേരളത്തെ സംബന്ധിച്ചും ഇന്ത്യയെ സംബന്ധിച്ചും ഏറ്റവും പരമപ്രധാനമാണ് എന്ന് നാം കാണുകയും അതിനായി നമ്മുടെ പാർട്ടിയെ സജ്ജമാക്കുകയും നമ്മുടെ പാർട്ടിയെ വിപുലപ്പെടുത്തുകയും ഇടതുപക്ഷ ഐക്യം വിപുലപ്പെടുത്തുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ കാലത്ത് നമുക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കടമ. നമ്മുടെ പാർട്ടി സമ്മേളനങ്ങളെല്ലാം ഈ വിധത്തിലാണ് ചർച്ച നടത്തി തീരുമാനമെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഭാവി നമ്മുടേതാണ്, നമ്മുടേത് മാത്രമാണ്. ഇന്ത്യ രാജ്യത്ത് ഇടതുപക്ഷ നയം മാത്രമാണ് ബദലായിട്ടുള്ളത്. ഇന്ത്യയുടെ ബദൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇടതുപക്ഷ കരങ്ങളിലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തണമെങ്കിൽ ഇടതുപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ പാർട്ടി ശക്തിപ്പെടണം. അപ്പോൾ നമ്മുടെ പാർട്ടിയുടെ സ്വതന്ത്രമായ ശക്തി ഉയർത്തിപ്പിടിക്കാൻ, അതിനെ വളർത്താൻ ഉതകുന്ന രീതിയിലുള്ള ചർച്ചകളും വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളും തീരുമാനങ്ങളുമാണ് നമ്മുടെ പാർട്ടി സമ്മേളനങ്ങളിലെല്ലാം കൈക്കൊള്ളുന്നത്. ഇന്ത്യയുടെ ഭാവി രൂപപ്പെടുത്താൻ ഉതകുന്ന ഒരു കരട് രാഷ്ട്രീയ പ്രമേയത്തിന് നമ്മുടെ പാർട്ടി കേന്ദ്ര കമ്മിറ്റി നേതൃത്വം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്, രൂപം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ആ കരട് രാഷ്ട്രീയ പ്രമേയം വരുന്നതോടുകൂടി അതിനെ സമഗ്രമായി പഠിച്ച് അതിനെ വിമർശന രൂപേണ വിലയിരുത്തി അതിൽ കാതലായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി നമുക്ക് ബദൽ നിർദ്ദേശങ്ങൾ നൽകി നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. ആ വിധത്തിൽ പുതിയ ഒരു രാഷ്ട്രീയ പ്രമേയം 24ാം പാർട്ടി കോൺഗ്രസിൽ ഉരുത്തിരിയും. അത് ഇന്ത്യയുടെ ഭാവിക്ക് ഉപകരിക്കും. അങ്ങനെ നമ്മുടെ പാർട്ടിയെ ശക്തിപ്പെടുത്താനും വളർത്താനും ഈ പാർട്ടി സമ്മേളന കാലയളവിൽ നമുക്ക് പ്രതിജ്ഞയെടുക്കാമെന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പാർട്ടി വിശദീകരണം, അതായത് സമ്മേളനങ്ങളെ സംബന്ധിച്ചും അതുപോലെ തന്നെ വർത്തമാന കാലത്തെ സംബന്ധിച്ചുമുള്ള ഈ എളിയ വിശദീകരണം ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. എല്ലാ സഖാക്കൾക്കും വിപ്ലവകരമായ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു.